ത്തോടുകൂടി നമ്മിൽ നിന്നെല്ലാം ഇത് സ്വീകരിക്കുമാറാവട്ടെ. വിശുദ്ധ റമദാൻ വളരെ അടുത്തെത്തിയ ഒരു സന്ദർഭമാണിത്. വരുന്ന ആഴ്ച അല്ലെങ്കിൽ ഈ ഒരു ദിവസം വിശുദ്ധ റമദാനിലായിരിക്കും നമ്മൾ ഉണ്ടാവുക ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നൽകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹമാണ്, നിഅമത്താണ് വിശുദ്ധ റമദാൻ എന്നുള്ളത്. ഒരു വിശിഷ്ടമായ അതിഥി നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ ആ അതിഥിയെ സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങുകയും മാനസികമായും എല്ലാ നിലക്കും നമ്മൾ ഒരുങ്ങാറുണ്ട്. എന്നാൽ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന വളരെ പ്രധാനപ്പെട്ട അള്ളാഹുവിൻ്റെ ഒരു സമ്മാനമാണ് വിശുദ്ധ റമദാൻ എന്നുള്ളത്. ആ റമദാനിന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ആ റമദാനിലെ ഓരോ നിമിഷങ്ങളും, ആ റമദാനിലെ ഓരോ സെക്കൻഡുകളും നമ്മൾ പാഴാക്കാതെ വിനിയോഗിക്കാൻ നമുക്ക് മനസ്സുണ്ടാവുകയുള്ളൂ. നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട, ആമുഖമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്കറിയാം നമ്മുടെയൊക്കെ ജീവിതം ഏത് സമയത്തും അസ്തമിച്ചു പോകും, ഏത് സമയത്തും നമ്മളൊക്കെ മരിച്ചു പോകും. വമാ തദ്രി നഫ്സും ബിഅയ്യി അർദിൻ തമൂത്ത്. ഒരു മനുഷ്യനും എപ്പോഴാണ് മരണപ്പെടുക എന്ന് ആർക്കും അറിയുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമേ അറിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു റമദാൻ ഒരു പക്ഷേ അള്ളാഹു നമുക്ക് നൽകുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അവസാനത്തെ റമദാനായിരിക്കാം ഇത്. ഇനി ഒരു റമദാനിൽ നമുക്ക് ആയുസ് ഉണ്ടാകുമോ? ആയുസ് ഉണ്ടെങ്കിൽ തന്നെയും നമുക്കതിന് നോമ്പ് നോൽക്കാൻ ആഫിയത്ത് ഉണ്ടാകുമോ എന്നൊന്നും ആർക്കും അറിയാത്ത ഒരു കാര്യമാണല്ലോ നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് അള്ളാഹു നൽകിയ ഈ ആയുസ്സിൽ, പ്രത്യേകിച്ചും വിശുദ്ധ റമദാനിൽ, വളരെ പ്ലാനിങ്ങോടുകൂടി, വളരെ ചിന്തിച്ചും മനസ്സിലാക്കിയും പഠിച്ചും റമദാനിന്റെ മഹത്വം ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം നമ്മൾ വിശുദ്ധ റമദാനിലേക്ക് പ്രവേശിക്കേണ്ടത്. സഹോദരന്മാരെ, അള്ളാഹുവിന്റെ ഖുർആനിലും പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലും വിശുദ്ധ റമദാനുമായി കൊണ്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ശ്രേഷ്ഠതകൾ, ഒരുപാട് മഹത്വങ്ങൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിനെ ഇറക്കിയത് റമദാൻ മാസത്തിലാണ്. എന്തുകൊണ്ടാണ് റമദാനിൽ അല്ലാഹു ഖുർആൻ ഇറക്കിയത്? ഖുർആൻ മാത്രമല്ല, തൗറാത്തും ഇഞ്ചീലും സബൂറും, ലോകത്ത് കഴിഞ്ഞുപോയ എല്ലാ വേദഗ്രന്ഥങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലേക്ക് ഇറക്കിയത് റമദാൻ മാസത്തിൽ തന്നെയാണ്. റമദാനിലുള്ള മറ്റു മാസങ്ങൾക്കില്ലാത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ് അള്ളാഹു സെലക്ട് ചെയ്ത, അള്ളാഹു പ്രത്യേകമായി തെരഞ്ഞെടുത്ത തന്റെ അടിമകൾക്ക് നോമ്പ് നിർബന്ധമാക്കിയ ഫമൻ ശഹിദ മിൻകുമു ശഹ്റ ഫല്യസുമു. അതുകൊണ്ട് ആ റമദാനിൽ ആരെങ്കിലും സാക്ഷിയായിട്ടുണ്ടെങ്കിൽ അതിൽ ആരോഗ്യവും അതുപോലെ തന്നെ ഒരു മനുഷ്യന് നോമ്പ് നോൽക്കാനുള്ള കഴിവുണ്ടെങ്കിൽ ഫല്യസുമു, അവൻ നിർബന്ധമായി കൊണ്ടും നോമ്പ് നോൽക്കേണ്ടതുണ്ട്. അപ്പൊ അള്ളാഹു സെലക്ട് ചെയ്ത്, അള്ളാഹു പ്രത്യേകമായി നമുക്ക് നോമ്പിനെ തെരഞ്ഞെടുത്ത് ഒരു മാസക്കാലം മുഴുവനും വ്രതമനുഷ്ഠിക്കാൻ വേണ്ടി അള്ളാഹ് തീരുമാനിച്ചത് റമദാൻ മാസത്തിലാണ്. മാത്രമല്ല സഹോദരന്മാരെ, നമ്മളൊക്കെ പാപികളാണ്. ഒരു ദിവസം നമ്മൾ ചെയ്യുന്ന നന്മകളും നമ്മുടെ ഭാഗത്തു നിന്ന് വരുന്ന വീഴ്ചകളും മാത്രം പരിശോധിച്ച് നോക്കിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യമുണ്ടെങ്കിലല്ലാതെ നമ്മളൊക്കെ സ്വർഗത്തിൽ പോകുമെന്ന് ചിന്തിക്കാൻ പോലും പറ്റാത്ത അത്രയും വലിയ പാപങ്ങളാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിത്യേന വന്നുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു നമ്മെല്ലാം സ്വർഗത്തിൽ പ്രവേശിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾക്ക് റമദാൻ ഒരു പരിഹാരമാണ്. റമദാൻ ഇലാ റമദാൻ മുകഫിറുൻ ലിമാ ബൈനഹുമാ. ഒരു റമദാൻ മറ്റൊരു റമദാൻ വരേക്കും ഉള്ളത്, ഒരു റമദാനിൽ നിങ്ങൾ 30 നോമ്പ് അല്ലെങ്കിൽ 29 നോമ്പ് നോറ്റാൽ അടുത്ത റമദാൻ വരേക്കുമുള്ള ചെറിയ ചെറിയ തെറ്റുകൾക്ക് അത് പരിഹാരമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ നമ്മൾ നോമ്പ് നോൽക്കുന്നത്, റമദാൻ നമ്മിലേക്ക് വരുന്നത് നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടാനും
നമ്മുടെ തിന്മകൾ മായ്ക്കപ്പെടാനും വേണ്ടിയാണ് എന്നൊരു ചിന്തയും എന്ന ബോധ്യവുമാണ് സഹോദരന്മാരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകേണ്ടത്. നിങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല റമദാൻ എങ്ങനെയാണ് സ്വീകരിച്ചിട്ടുള്ളത്? അള്ളാഹു ശഅബാനിനെ പോലെ, അല്ലെങ്കിൽ ദുൽഹിജ്ജയെ പോലെ, അതല്ലെങ്കിൽ മറ്റു മാസങ്ങളെ പോലെ പരിശുദ്ധമായ ഹജ്ജ് കർമ്മം നടക്കുന്ന ലക്ഷക്കണക്കിന് മനുഷ്യന്മാർ മിനയിലും അറഫയിലുമൊക്കെ ഒത്തുകൂടി അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന്റെ അടിമകളെ നോക്കി മലക്കുകളോട് അഭിമാനം പറയുന്ന അറഫ ദിനത്തിന് പോലുമില്ലാത്ത, അല്ലെങ്കിൽ അറഫയുള്ള ദുൽഹിജ്ജ മാസത്തിന് പോലുമില്ലാത്ത പ്രത്യേകതയാണ് വിശുദ്ധ റമദാനിലുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ജാഅ റമദാൻ ഫുതിഹത് അബ്വാബുൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയാണ്. അള്ളാഹു തുറന്നു വെക്കുകയാണ്. സ്വർഗത്തിന്റെ 8 വാതിലുകളും അള്ളാഹു തുറന്നു വെക്കും. വഖുല്ലിഖത് അബ്വാബുൻ നീറാൻ, നരകത്തിന്റെ വാതിൽ അടക്കപ്പെടുകയാണ്. നരകത്തിന്റെ 7 വാതിലുകൾ, സബ്അതു അബ്വാബിൻ, 7 വാതിലുകളും അള്ളാഹു സുബ്ഹാനഹു വ തആല അടച്ചു വെക്കും. വസുഫിദത്തി ശയാത്തീൻ, പിശാചുക്കളെ അള്ളാഹു ബന്ധനസ്ഥരാക്കി വലിയ വലിയ പോക്കിരികളായ മനുഷ്യരെ വഴിതെറ്റിക്കുന്ന, തിന്മകളിലേക്ക് മനുഷ്യന്മാരെ നയിക്കുന്ന പിശാചുക്കളെ അള്ളാഹു ബന്ധിപ്പിച്ചു നിർത്തും. ഇതൊക്കെ ആർക്ക് വേണ്ടിയാണ്? മലക്കുകൾക്ക് വേണ്ടിയാണോ? അല്ലല്ലോ. നമ്മളെപ്പോലെയുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആലയെ അനുസരിച്ചുകൊണ്ട് ആരാധിച്ചുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യന്മാർക്ക് അതിനുവേണ്ട സൗകര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി കൊടുക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലോകത്തിന്റെ വിശുദ്ധ റമദാൻ എത്തിക്കഴിഞ്ഞാൽ എല്ലാ രാവിലും, എല്ലാ രാത്രിയിലും, എല്ലാ സമയങ്ങളിലും, പ്രത്യേകിച്ചും പ്രഭാത സമയങ്ങളിൽ അള്ളാഹുവിന്റെ ഒരു മലക്ക് വാനലോകത്ത് വിളിച്ചു പറയും, യാ ബാഇൽ ഖൈർ, നന്മ ഉദ്ദേശിക്കുന്നവരെ, നല്ല മനുഷ്യന്മാരെ, റമദാനിൽ നന്മ ഉദ്ദേശിക്കുന്ന, നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ, അഖ്ബിലു, നിങ്ങൾ മുന്നിലേക്ക് വരൂ, വേഗം ചെയ്തോളി, വേഗം ചെയ്തോളി. വയാ ബാഇൽ ഖൈർ, തിന്മ ഉദ്ദേശിക്കുന്നവരെ, റമദാനിലും നന്നാകാൻ തീരുമാനിച്ചിട്ടില്ലാത്ത, റമദാനിലും തന്റെ തിന്മകൾ തുറത്തിക്കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യന്മാരെ വിളിച്ചുകൊണ്ട് മലക്കുകൾ പറയും, വയാ ബാഇയ ശർരി അഖ്സിർ, തിന്മകൾ ചെയ്യുന്നവരെ നിങ്ങൾ ചുരുക്കിക്കോളൂ. ഇത് മലക്കുകൾ വിളിച്ചു പറയാണ്. അപ്പൊ നന്മകൾ ചെയ്യാനുള്ള പ്രേരണ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നും, അതുപോലെ തന്നെ അള്ളാഹുവിന്റെ മലക്കുകളുടെ ഭാഗത്തു നിന്നുമൊക്കെ ഈ വിശുദ്ധ റമദാനിൽ സഹോദരന്മാരെ നമുക്ക് വേണ്ടിയുണ്ട്. എനിക്കും നിങ്ങൾക്കും ഈ ലോകത്തുള്ള മുഅ്മിനീങ്ങളായ ആളുകൾക്ക് വേണ്ടിയുണ്ട്. ഇത് അള്ളാഹു റമദാനിൽ മാത്രം ഒരുക്കുന്ന ഒരു പ്രത്യേക സംവിധാനമാണ്. കാരണം ആ റമദാന് ഇങ്ങനെയൊക്കെ പടച്ചവൻ ഒരുക്കിയിട്ടും ആ റമദാനിന് മെയിൻറ്റ് ചെയ്യാതെ ശഅബാനിലെ പോലെ തന്നെ റമദാനിൽ നമ്മൾ ജീവിക്കാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒന്ന് പട്ടിണി കിടക്കുന്നു എന്ന വ്യത്യാസം അത് മാത്രമല്ല നമുക്കുണ്ടാകും. നമ്മുടെ ജീവിതത്തിന്റെ അടിമുടി നിങ്ങൾക്ക് അള്ളാഹു ഈ പ്രപഞ്ചത്തിൽ തന്നെയും മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലും നമ്മുടെ ജീവിതത്തിലും സഹോദരന്മാരെ നമുക്ക് മാറ്റം വരുത്താൻ ഉള്ള അവസരമാണ് വിശുദ്ധ റമദാൻ എന്നുള്ളത്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലില്ലാഹി വതഖാഉ മിനന്നാർ, അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് നരകത്തിൽ നിന്ന് ചില ആളുകൾ അല്ലാഹു മോചിപ്പിക്കും. വദാലിക കുല്ല ലൈലത്തുൻ ഫി റമദാൻ, റമദാനിന്റെ എല്ലാ രാത്രിയിലും എല്ലാ രാവിലും അള്ളാഹു സുബ്ഹാനഹു വ തആല കുറച്ച് ആളുകളെ നരകത്തിലേക്ക് പോകേണ്ടിയിരുന്ന, നരകത്തിന്റെ വിറകുകളും തീയുകളും ആകേണ്ടിയിരുന്ന ചില ആളുകളെ അവൻ റമദാൻ നന്നായിട്ടുണ്ട്, അവൻ നോമ്പ് നോറ്റിട്ടുണ്ട്, തൗബ ചെയ്തിട്ടുണ്ട്, ഇസ്തിഗ്ഫാർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനി അവൻ നരകത്തിലേക്ക് പോകേണ്ടവനല്ല, അവൻ സ്വർഗത്തിലേക്ക് പോകേണ്ടവനാണ് എന്ന് പടച്ചവൻ തീരുമാനിക്കുകയും എല്ലാ രാവിലും ചില ആളുകൾ അള്ളാഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്യും. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അത്രയും ഭാഗ്യമുള്ള, നിങ്ങൾ ആലോചിച്ചോ, ഇതൊക്കെ റമദാനിലേ ഉള്ളൂ. വേറൊരു മാസത്തിലും ഇതെവിടെ പ്രമാണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കില്ല. അതുപോലെ തന്നെ ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദ്രി വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ തനസ്സലുൽ മലായികത്തു വറൂഹ്. ആകാശലോകത്തിന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വരുന്ന മാസമാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിന്റെ പ്രവാചകൻ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ പ്രവാചകന്റെ അടുക്കൽ റസൂലുള്ളാഹിക്ക് എന്താവശ്യമുണ്ടെങ്കിലും അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരും, വഹയുമായി കൊണ്ടുവരും, പ്രവാചകൻ ആശ്വസിപ്പിക്കാൻ വേണ്ടി വരും. പക്ഷേ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതിനു ശേഷം കൊല്ലത്തിൽ ഒരു പ്രാവശ്യം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഭൂമിയിലേക്ക് വരുള്ളൂ. അത് റമദാനിലാണ്. ആ റമദാനിലെ ലൈലത്തുൽ ഖദറിലാണ്. അവസാനത്തെ 10 ഒറ്റയിട്ട രാവുകളിൽ ഏതെങ്കിലും ഒരു രാവിൽ ജിബ്രീൽ അലൈഹിസ്സലാം തനസ്സലുൽ മലായികത്തു വറൂഹു, അള്ളാഹുവിന്റെ വാനലോകത്തിനും നമുക്ക് എണ്ണിക്കണക്കാക്കാൻ കഴിയാത്ത എത്ര മലക്കുകളുണ്ട് വാനലോകത്ത്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കാണാം, ആകാശലോകത്ത് ഒരു 3 ശിബ്രിൻ, ഒരു ചാണ് കൈ വെക്കാൻ, ഒരു മനുഷ്യന്റെ വിരൽ
കൊണ്ട് അളന്നാൽ കിട്ടുന്ന ഒരു ചാണ് വെക്കാൻ സ്ഥലമില്ല. ഇല്ല വഹുവ യഅനി വഹുനാക സാജിദുൻ അൽ മലായിക, മലക്കുകൾ അവിടെ സുജൂദ് ചെയ്തിട്ടല്ലാതെ, അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂദ് വീണിട്ടല്ലാതെ മലക്കുകളെ കൊണ്ട് വാനലോകം നിറഞ്ഞു നിൽക്കാം. വാനലോകത്ത് നിറഞ്ഞു നിൽക്കുന്ന മലക്കുകളൊക്കെ ലൈലത്തുൽ ഖദറിന്റെ ഭൂമിയിലേക്ക് വരും. റസൂലുള്ളാഹിന്റെ ഹദീസിൽ കാണാം, ഭൂമിയിലെ മണൽക്കല്ലുകളുടെ അത്രയും മലക്കുകളെന്നാണ്. ഭൂമിയിൽ എത്ര മണൽക്കല്ലുണ്ട്? ഇപ്പൊ നമ്മളിവിടെ ഈ മുറ്റത്തിന് എത്ര ചരലുണ്ട് നമുക്കറിയില്ല. അത്രയും നമുക്ക് എണ്ണിയാൽ കണക്കാക്കാൻ കഴിയാത്ത അത്രയും അള്ളാഹുവിന്റെ റഹ്മത്തുകൾ കോരിച്ചൊരിഞ്ഞ് പടച്ചവൻ നൽകുന്ന ആ റമദാൻ, വിശുദ്ധ റമദാൻ, അതിലുള്ള രാവാണ് ലൈലത്തുൽ ഖദർ. റമദാൻ മാത്രമേ ഉള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ റമദാൻ വരുമ്പോൾ സഹാബത്തിനോട് പറയും, ഇദാ അതാകും ശഹ്റു റമദാൻ, റമദാനിലേക്ക് വന്നിരിക്കുന്നു ശഹ്റു മുബാറക്, ബർക്കത്തുള്ള മാസമാണ് റമദാൻ. ബർക്കത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ ഓരോ സമയത്തിലും ബർക്കത്താണ്. ഓരോ സമയത്തും ബർക്കത്തുണ്ട്. എന്താ ബർക്കത്ത് എന്ന് പറഞ്ഞാൽ? സിയാദത്തും ഫിൽ ഖൈർ, നന്മകളിലുള്ള വർധനവാണ്. ഒരു നന്മ ചെയ്താൽ കൂടുതൽ കൂടുതൽ പുണ്യം കിട്ടുക. ഒരു നന്മ ചെയ്യുമ്പോൾ അതിന് കൂടുതൽ കൂടുതൽ അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യത ലഭിക്കുക. റമദാനിലെ എല്ലാ സമയത്തിനും ബർക്കത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിൽ അവസാനത്തെ റമദാനായിരിക്കാം എന്ന ചിന്തയിൽ ആ ബർക്കത്തിന്റെ സമയങ്ങൾ ഏതാണെന്ന് മനസ്സിലാക്കി അതിൽ സഹോദരന്മാരെ നന്മകൾ ചെയ്യാൻ നമ്മൾ പരിശ്രമിക്കണം. ശഹ്റുൽ മുബാറക് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ റമദാൻ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? നമ്മൾ ഇസ്തിഗ്ഫാർ തന്നെയാണ്. നമ്മുടെ തെറ്റുകളെ കരിച്ചു കളയാനും നമ്മുടെ തെറ്റുകളെ മായ്ച്ചു കളയാനും പടച്ച റബ്ബിലേക്ക് ഇസ്തിഗ്ഫാർ ചെയ്യാനും വേണ്ടി തന്നെയാണ് നമ്മൾ സമയം കൂടുതൽ ചെലവഴിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ മസ്ജിദുൻ നബവിയുടെ മിമ്പറിൽ കയറുമ്പോൾ, ഖുത്ബ നിർവഹിക്കാൻ വേണ്ടി കയറുമ്പോൾ 3 പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ പറഞ്ഞല്ലോ. സഹാബത്ത് ജുമുഅ കഴിഞ്ഞതിന് ശേഷം പ്രവാചകനോട് ചോദിച്ചു, എന്തിനാണ് റസൂല് നിങ്ങൾ 3 പ്രാവശ്യം പതിവിന് വിപരീതമായി കൊണ്ട് 3 തവണ നിങ്ങൾ എന്തിനാണ് ആമീൻ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ അടുക്കൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നു. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്റെ അടുക്കൽ നിന്നുകൊണ്ട് 3 പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ചു. ആ 3 പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ചതിന് ശേഷം എന്നോട് ആമീൻ പറയാൻ വേണ്ടി പറഞ്ഞു. ഞാൻ ആമീൻ പറഞ്ഞതാണ്. എന്താണ് പ്രാർത്ഥന? അതിലൊന്നെന്താണ്? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദറക റമദാൻ ഫലൻ യുഗ്ഫറ ലഹു ഫഅദ്ഖലല്ലാഹു അന്നാർ, ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് റമദാൻ മാസം കടന്നു വരികയും എന്നിട്ട് തന്റെ പാപങ്ങൾ പൊറുക്കപ്പെടിക്കാൻ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യാൻ ആ മനുഷ്യന് സാധിക്കാതിരിക്കുകയും ചെയ്താൽ അള്ളാഹു അവനെ നരകത്തിലേക്ക് പ്രവേശിപ്പിക്കട്ടെ. എന്താ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചത്? ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിലേക്ക് റമദാൻ വന്നു, എന്നിട്ട് തന്റെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ ചെറുതും വലുതുമായ തിന്മകളൊന്നും പൊറുക്കപ്പെടിക്കാൻ അവന് നേരം കിട്ടിയില്ല. അവൻ ഭയങ്കര തിരക്കായി പോയി. റമദാന് നോമ്പൊക്കെ നോറ്റിട്ടുണ്ടാവും, പക്ഷെ അള്ളാഹുവിനോട് മനമൊരുകി പ്രാർത്ഥിക്കാൻ അവന് സമയം കിട്ടിയില്ലെങ്കിൽ അവന്റെ പാപങ്ങളോടുകൂടി തന്നെയാണ് അവൻ റമദാൻ കഴിഞ്ഞു പോയതെങ്കിൽ അള്ളാഹു അവനെ നരകത്തിലേക്ക് പ്രവേശിപ്പിക്കട്ടെ എന്ന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്റെ അടുക്കൽ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ ആമീൻ പറഞ്ഞു. രണ്ടാമത്തത് എന്താണ്? തന്റെ പ്രായമായ മാതാപിതാക്കൾ ഏതെങ്കിലും ഒരാൾ, അത് 2 ആളെങ്കിൽ അതിൽ ഒരാൾ ആ പ്രായമായ അവസ്ഥയിൽ ഒരു മനുഷ്യന്റെ അടുക്കൽ കിട്ടിയിട്ട് ആ മാതാപിതാക്കളെ കൊണ്ട് സ്വർഗത്തിലേക്ക് കടക്കാൻ ഒരു മനുഷ്യന് സാധിക്കുന്നില്ലെങ്കിൽ അള്ളാഹു അവനെ നരകത്തിലേക്ക് പ്രവേശിപ്പിക്കട്ടെ. ഇത് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഞാൻ ആമീൻ പറഞ്ഞു. അപ്പൊ സഹോദരന്മാരെ, ഇങ്ങനെ വിശുദ്ധ റമദാൻ എന്ന് പറഞ്ഞാൽ ഇത് കൃത്യമായി പ്രവാചകൻ പഠിപ്പിച്ച ആ ഇസ്തിഗ്ഫാറിന് വേണ്ടി തന്നെയാണ്, പാപങ്ങൾ പൊറുക്കപ്പെടുവിക്കാൻ തന്നെയാണ് റമദാൻ നമ്മൾ ശരിക്കും മനസ്സിലാക്കി. ഇത് റമദാനിൽ മാത്രമുള്ളതാണ്. അത് റമദാനിൽ പ്രത്യേകമായി കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. മാത്രമല്ല റമദാന്റെ മറ്റൊരു പ്രത്യേക, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എല്ലാ രാത്രിയിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കിലേക്ക് വരും. എല്ലാ രാത്രിയിലും. അത് റമദാന്റെ മാത്രം പ്രത്യേകതയാണ്. വേറെയുള്ള സന്ദർഭങ്ങളിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വരും, അല്ലെങ്കിൽ വഹി കൊടുക്കാൻ വേണ്ടി വരും, റസൂലുള്ളാഹിയുമായിട്ട് സംസാരിക്കാൻ വേണ്ടി. പക്ഷെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എല്ലാ രാവിലും റമദാനിൽ വരും. എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖുർആൻ ഓതി കൊടുക്കും, റസൂലുള്ളാഹിന്റെ ഹിഫ്ള് പരിശോധിക്കും. പ്രവാചകൻ വഫാത്താകുന്ന ആ വർഷത്തിൽ റമദാനിൽ പിന്നെ 2 തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പൂർണ്ണമായി കൊണ്ട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വിശുദ്ധ ഖുർആൻ പൂർണ്ണമായി കൊണ്ട് 2 തവണ ഓതി കേൾപ്പിക്കപ്പെട്ടു എന്ന് ഹദീസിൽ കാണാൻ കഴിയും.
അതുപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഅ്തികാഫിരുന്ന മാസമാണ് റമദാൻ മാസം. ഞാൻ അവസാനം ഇത് വിശദീകരിക്കാം ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇങ്ങനെ സഹോദരന്മാര് ഒരുപാട് പ്രത്യേകതകൾ ഉള്ള ഒരു വലിയ അള്ളാഹുവിന്റെ അതിഥിയാണ് സഹോദരന്മാരെ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ നമ്മളിലേക്ക് വരാനിരിക്കുന്നത്. ആ റമദാൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന പ്രധാനപ്പെട്ട കർമ്മം എന്ന് പറയുന്നത് നോമ്പ് തന്നെയാണ്. ആ നോമ്പിന്റെ പ്രത്യേകത എന്താണ്? നോമ്പ് എന്ന് പറഞ്ഞാൽ വെറുതെ പട്ടിണിയല്ല. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. ഇതിനാണ് നോമ്പ് എന്ന് പറഞ്ഞാൽ. വിശ്വാസികൾ, നിങ്ങൾക്ക് അല്ലാഹു നോമ്പ് നിർബന്ധമാക്കിയിട്ടുണ്ട്, മറ്റുള്ളവർക്ക് നിർബന്ധമാക്കിയതുപോലെ തന്നെ. എന്തിനാണ് നോമ്പ്? നിങ്ങൾ പട്ടിണി കിടന്ന് വയറിന്റെ വിശപ്പറിയാനും നിങ്ങളുടെ കൊളസ്ട്രോളും പ്രഷറും ഷുഗറും ഒക്കെ നിയന്ത്രിക്കാനല്ല. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾക്ക് തഖ്വ ഉണ്ടാകാൻ. എന്താ സഹോദരന്മാരെ തഖ്വ എന്ന് പറഞ്ഞാൽ? നോമ്പ് നോറ്റാൽ തഖ്വ ഉണ്ടാകും. നോമ്പ് എന്ന് പറഞ്ഞാൽ തന്നെ തഖ്വയാണ്. ആരും എന്റെ ജീവിതത്തിൽ നിയന്ത്രിക്കുന്നില്ലെങ്കിലും, എന്നെ ആരും നിയന്ത്രിക്കുന്നില്ലെങ്കിലും, എന്നെ ആരും കാണുന്നില്ലെങ്കിലും എന്റെ റബ്ബെന്നെ കാണുന്നുണ്ട് എന്ന വിചാരത്തിൽ ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിലെ തിന്മകളിൽ നിന്ന് മാറി നിൽക്കുന്നതിന്റെ പേരാണ് തഖ്വ എന്ന് പറഞ്ഞാൽ. അത് വാങ്ങാൻ കിട്ടുന്ന സാധനമല്ല, കാണാൻ പറ്റുന്ന സാധനമല്ല, രുചിച്ചു വെക്കാൻ പറ്റുന്ന സാധനമല്ല. ഒരു മനുഷ്യന്റെ തഖ്വ എന്ന് പറഞ്ഞാൽ അത്തഖ്വ ഹാവുന, അവന്റെ ഹൃദയത്തിലുള്ളതാണ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ആരും അവനെ കാണുന്നില്ല, ആരും അവനെ നിയന്ത്രിക്കുന്നില്ല, ആരും അവനെ കുറിച്ച് ചോദിക്കുന്നില്ലെങ്കിലും എന്റെ റബ്ബിന്റെ കൽപ്പനകൾ ഞാൻ ധിക്കരിക്കുകയില്ല എന്നൊരു മനസ്സിന്റെ ബോധ്യമുണ്ട്. ആ ബോധ്യത്തിന്റെ പേരാണ് തഖ്വ എന്ന് പറഞ്ഞത്. അത് നോമ്പ് കൊണ്ടുണ്ടാവും. അതെങ്ങനെ ഉണ്ടാകുക? നമ്മളെല്ലാവരും കൂടി അത്താഴം കഴിക്കുന്നു വീട്ടിൽ. പിന്നെ ആ അത്താഴം കഴിച്ചൊരു മനുഷ്യന്റെ വായിലൂടെ ഉദരത്തിലേക്ക് വല്ല ഭക്ഷണ പദാർത്ഥവും പോയിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് വീട്ടുകാരെ പറ്റിച്ച് വെള്ളം കുടിക്കുക, ഉമ്മാന്റെ മുമ്പിലും ബാപ്പാന്റെ മുമ്പിലൊക്കെ നോമ്പുകാരനെ അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ നോമ്പ് അനുഷ്ഠിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ബാഹ്യമായ കാരണങ്ങൾ കൊണ്ട് മനുഷ്യന് മനസ്സിലാക്കാൻ കഴിയൂല. നോമ്പ് രഹസ്യമായ ആരാധനയാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞ അള്ള പറഞ്ഞിട്ട് അസ്സൗമുലി, വ്രതം എനിക്കുള്ളതാണ്, വഅന അജ്സീ ബിഹി, അതിന് പ്രതിഫലം കൊടുക്കുന്നത് ഞാനാണ്. നിസ്കാരത്തിനും നോമ്പിനും ഹജ്ജിനും സക്കാത്തിനും ഒക്കെ കൂലി കൊടുക്കണം തന്നെയാണ്. പക്ഷെ നോമ്പിന് അള്ള പ്രത്യേകം പറഞ്ഞു വഅന അജ്സീ ബിഹി, ഞാനാണ് നോമ്പിന് കൂലി കൊടുക്കുക. കാരണം നിസ്കാരത്തെ പോലെ നിസ്കാരം ആളുകൾ കാണുന്നുണ്ട്, സദക്ക കാണുന്നുണ്ട്, ഹജ്ജ് കാണുന്നുണ്ട്, അതുപോലെ തന്നെ മറ്റു ഇബാദത്തുകൾ കാണും. പക്ഷെ നോമ്പ് കാണൂല. നോമ്പോട്ട് ക്ഷീണിച്ചിട്ടുണ്ടാവും, അഭിനയിക്കാൻ പറ്റും. പക്ഷെ നോമ്പ് നമ്മളും പടച്ചവനും മാത്രമുള്ള അറിയും. നമ്മൾ 5 നേരം വുളു എടുക്കുമ്പോൾ വായിലേക്ക് വെള്ളം കയറ്റുണ്ടല്ലോ, നമുക്ക് കുടിച്ചാൽ ഇറക്കാവുന്ന വെള്ളം തന്നെയാണ് നമ്മൾ നോമ്പ്. പിന്നെ നമ്മൾ നോമ്പിലും വുളു എടുക്കുന്നത്. പക്ഷെ ഒരു മുറുക്ക് പോലും വെള്ളം നമ്മുടെ വായിലേക്ക് പോകാതെ നമ്മൾ സൂക്ഷിക്കുന്നതിന്റെ പേരാണ് തഖ്വ എന്ന് പറഞ്ഞാൽ. ഇപ്പൊ സ്ത്രീകളൊക്കെ നോമ്പ് വെച്ചാൽ കറി രുചി നോക്കും. ആ രുചി നോക്കുമ്പോൾ നമ്മുടെ ഉമ്മമാരും നമ്മുടെ ഭാര്യമാരും കാണിക്കുന്ന സൂക്ഷ്മത ഉണ്ടല്ലോ. എന്താണത്? അതിന്റെ ഒരു മുറുക്ക് വായിന്റെ ഉള്ളിലേക്കാണ് പോകാൻ പാടില്ല. അതാണ് തഖ്വ എന്ന് പറയുന്നത്. അഥവാ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു ലവലേശം പോലും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അയാൾ ധിക്കരിക്കാതെ ജീവിക്കാനുള്ള ട്രെയിനിങ്, അതാണ് ലഅല്ലക്കും തത്തഖൂൻ എന്ന് പറഞ്ഞാൽ. സഹോദരന്മാർ, അതിനു വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നോമ്പ് നിർബന്ധാക്കി. അങ്ങനെയുള്ള നോമ്പായിരിക്കണം നമ്മുടെ നോമ്പ്. അതുകൊണ്ട് പ്രവാചകൻ അസ്സൗമു ജുന്നത്തുൻ, സൗം എന്ന് പറഞ്ഞാൽ പരിചയാണ്. ഒരു മനുഷ്യന്റെ പോരാട്ടത്തിനിടയിൽ അവന്റെ ശത്രുവുമായി കൊണ്ട് പോരാടുമ്പോൾ അവൻ ശത്രുവിന്റെ വെട്ടേൽക്കാതിരിക്കാൻ പിടിക്കുന്നതിനാണ് പരിച എന്ന് പറയുന്നത്, ജുന്നത്ത് എന്ന് പറയാം. അവന് മറുപിടിക്കുന്നത് പിശാചിന്റെ ഉപദ്രവങ്ങളിൽ നിന്ന് ആ മനുഷ്യന് പിശാചിനെ തോൽപ്പിക്കാൻ വേണ്ടി ഉള്ളതാണ് നോമ്പ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ കല്യാണകാല നിങ്ങൾക്ക് കല്യാണപ്രായം എത്തിക്കഴിഞ്ഞാൽ വേഗം കല്യാണം കഴിക്കണം. അപ്പൊ നമ്മുടെ പെൺകുട്ടിക്കൊക്കെ ഉണ്ട്, ഞാൻ പഠിക്കട്ടെ, പഠിച്ചിട്ട് ഡിഗ്രി ആയിട്ട് ജോലിയായിട്ട് പിന്നെ കുറച്ചുകൂടി കഴിയട്ടെ. ആ നിലപാട് ശരിയല്ല. കല്യാണപ്രായം എത്തിയാൽ അതാണാണെങ്കിലും പെണ്ണാണെങ്കിലും കല്യാണം കഴിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മനുഷ്യന് അവന്റെ ശാരീരികമായ പ്രയാസങ്ങൾ കൊണ്ട് തന്റെ വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ ഒരാൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഫല്യസും, അവൻ നോമ്പ് നോൽക്കട്ടെ. കാരണം എന്താ? നോമ്പ് ഫഇന്നലഹു വിജാഉൻ, നോമ്പ് അവന് പരിചയാണ്. അവന്റെ ദൃഷ്ടികളെ താഴ്ത്താനും അവന്റെ ഇച്ഛകളെ നിയന്ത്രിക്കാനും അവന്റെ വേണ്ടാത്ത ചിന്തകളെ നിയന്ത്രിക്കാനും ഒക്കെ നോമ്പ് അവനെ സഹായിക്കും.
ഒരു കല്യാണത്തിലൂടെ ഉണ്ടാകുന്ന കാര്യങ്ങൾ അതവന് സാധിക്കുന്നില്ലെങ്കിൽ അവന്റെ ഇച്ഛകളെയും അവന്റെ ഇന്ദ്രിയങ്ങളെയും ഒക്കെ നിയന്ത്രിക്കാൻ അവന് നോമ്പ് കൊണ്ട് സാധിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ നോമ്പ് എന്ന് പറഞ്ഞാൽ അവന്റെ വിചാരങ്ങളെയും അവന്റെ കണ്ണുകളെയും ഒക്കെ നിയന്ത്രിക്കാനുള്ളതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. പ്രവാചകൻ ഒരു മനുഷ്യൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു ദിവസം നോമ്പ് നോറ്റാൽ, മൻ സാമ യൗമൻ ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു മനുഷ്യൻ ഒരു ദിവസം നോമനുഷ്ഠിച്ചാൽ, ബഅദല്ലാഹു വജ്ഹഹു മിനൻ നാരി 70 ഖരീഫ, 70 വർഷത്തെ വൈദൂരം അള്ളാഹു അവന്റെ മുഖത്തിൽ നിന്ന് അവന്റെ മുഖത്തെ നരകത്തിൽ നിന്ന് അകറ്റുന്നതാകുന്നു. 70 വർഷം അവൻ നരകത്തിൽ നിന്ന് ദൂരെയാകുമെന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ. ഒരൊറ്റ നോമ്പ് കൊണ്ട് ഫീ സബീലില്ലാ, അള്ളാഹിന്റെ മാർഗത്തിൽ നോമ്പാകണം. അത് മിഅ്റാജ് നോമ്പിനും ബറാത്ത് നോമ്പിനും കിട്ടൂല. കാരണം അത് അള്ളാഹിന്റെ മാർഗത്തിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത നോമ്പാണ്. നോമ്പ് നോൽക്കാന്നല്ല, അള്ളയും റസൂലും പഠിപ്പിച്ച നോമ്പാണെങ്കിൽ ഒരു ദിവസം ഒരു മനുഷ്യൻ നോമ്പ് നോറ്റാൽ 70 വർഷത്തെ വൈദൂരമാണെങ്കിൽ ഒരു മനുഷ്യന് 30 ദിവസം നോമ്പ് നോറ്റാൽ എത്രമാത്രം നരകത്തിൽ നിന്ന് അകലുമെന്ന് നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റൊരു ഹദീസിൽ പറഞ്ഞു, അസ്സൗമു ലാ മിസ്ല ലഹു, നോമ്പിന് തുല്യമായ ഒരു ഇബാദത്തും ലോകത്തില്ല എന്നാ. നോമ്പിന് തുല്യമായ, നോമ്പിന് പകരം വെക്കാവുന്ന ഒരു പ്രവർത്തനം ലോകത്തില്ല. അതുകൊണ്ടാണ് ഇസ്ലാമിൽ പല തെറ്റുകളും ചെയ്താലും അതിന് കഫാറത്ത് നോമ്പാണ്. ഒരു മനുഷ്യൻ തന്റെ റമദാൻ മാസത്തിൽ തന്റെ ഭാര്യയുമായി കൊണ്ട് ബന്ധപ്പെട്ടാൽ, പകലിൽ ബന്ധപ്പെട്ടാൽ അതിന്റെ ശിക്ഷ എന്താണ്? 2 മാസക്കാലം തുടർച്ചയായി നോമ്പ് നോൽക്കണം എന്നാണ്. ഒരു ദിവസം പോലും വിടാൻ പാടില്ല. കഫാറത്ത് അതാണ്, ശിക്ഷ അതാണ്, അവന്റെ ആ തെറ്റിന് പരിഹാരം അതാണ്. അതുപോലെ തന്നെ ഒരു മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം സത്യം ചെയ്തു ലംഘിച്ചു. ഇപ്പൊ നമ്മളെ നാട്ടിൽ ഇപ്പൊ അതൊന്നും ഒരു വിഷയമല്ല. വല്ലാഹി 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 എന്ന് എല്ലാവരും പറയില്ലാത്തതിനൊക്കെ പറയും, എന്തിനും വല്ലാഹി പറയും. ആ വല്ലാഹി പറഞ്ഞിട്ട് ആ സത്യം ലംഘിച്ചു കഴിഞ്ഞാൽ അയാൾ 3 ദിവസം നോമ്പ് നോൽക്കണം. വേറെ ചില കാര്യങ്ങൾ അതിലൊന്നും 3 ദിവസത്തെ നോമ്പാണ്. ഒരു മനുഷ്യൻ അബദ്ധത്തിൽ വധിച്ചുപോയി, അവൻ അയാളെ കൊല്ലാൻ വേണ്ടി ചെയ്തതല്ല, പക്ഷേ അവന്റെ പ്രവർത്തനം കൊണ്ട് ഒരു മനുഷ്യന്റെ ജീവൻ പോകുന്ന അവസ്ഥയുണ്ടായാൽ അയാൾ 2 മാസക്കാലം തുടർച്ചയായിക്കൊണ്ട് നോമ്പ് നോൽക്കുന്നതൊക്കെ വിശുദ്ധ ഖുർആനിൽ പഠിപ്പിച്ചതാണ്. അപ്പൊ ഒരു തെറ്റുകൾക്ക് പരിഹാരമായിക്കൊണ്ട് പോലും നോമ്പിനെ അള്ളാഹു നിശ്ചയിച്ച്, നിസ്കാരത്തെ നിശ്ചയിച്ചില്ല. 50 വക്ത് നിസ്കരിച്ചു എന്ന് റസൂൽ എവിടെയും പറഞ്ഞിട്ടില്ല. ദീനിൽ അങ്ങനെ നിസ്കാരമില്ല, പക്ഷെ നോമ്പുണ്ട്. അഥവാ നീ ഒരു തെറ്റ് ചെയ്താൽ ആ തെറ്റിന്റെ പരിഹാരം നീ തുടർച്ചയായിക്കൊണ്ട് 2 മാസവും 3 ദിവസവും 10 ദിവസമൊക്കെ നോമ്പായിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ അത് നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള തെറ്റുകളൊക്കെ പരിഹരിക്കാനുള്ളതാണ് നോമ്പ്. പ്രവാചകൻ പറഞ്ഞു, ലിസ്വാഇമി ഫർഹതാനി, നോമ്പുകാരൻ അവന്റെ യഥാർത്ഥ നോമ്പുമായി കൊണ്ട് ജീവിക്കുക എന്ന 2 സന്തോഷങ്ങൾ ഉണ്ടാകും. അതിൽ ഒരു സന്തോഷം എന്താണ്? ഹൈനമാ യുഫ്തിർ, അവന്റെ നോമ്പ് തുറക്കുമ്പോൾ. എന്താ നോമ്പ് തുറക്കുമ്പോഴുള്ള സന്തോഷം? ഭക്ഷണം കഴിക്കണ സന്തോഷം അത് വേറെ, അതല്ല അവിടെ ഉദ്ദേശം. അവന്റെ നോമ്പ് തുറക്കുമ്പോൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഞാനൊരു നോമ്പ് പൂർത്തിയാക്കിയല്ലോ, അതുകൊണ്ട് അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ എനിക്കതിന് കൂലി കിട്ടി എന്ന സന്തോഷമാണ്. രണ്ടാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹൈന യൽഖാഹു റബ്ബഹു, തന്റെ റബ്ബിനെ പരലോകത്ത് വെച്ചുകൊണ്ട് കണ്ടുമുട്ടുമ്പോൾ അവന് സന്തോഷമുണ്ടാകും. കാരണം എന്താ? ആ നോമ്പിന്റെ എത്രയാണ് അതിന് കൂലി പടച്ചവൻ കൊടുക്കാന്ന് അയാൾക്കറിയില്ല. അപ്പൊ ആ മനുഷ്യന്, നോമ്പുകാരന് സന്തോഷിക്കാവുന്നതിലും അധികമുള്ള പ്രതിഫലം കൊണ്ട് ആ മനുഷ്യൻ അല്ലാഹു ആദരിക്കും. അതുകൊണ്ട് ആ ആദരവും അവന് സന്തോഷമായിരിക്കും. അതാണ് ലിസ്വാഇമി ഫർഹതാനി. അള്ളാഹു നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. ഇങ്ങനെ നോമ്പുമായി കൊണ്ട് ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ നോമ്പൊരു മനുഷ്യന്റെ അടുക്കൽ അള്ളാഹുവിന്റെ അടുക്കൽ ശുപാർശ പറയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. സഹോദരന്മാരെ, ഇങ്ങനെ വിശുദ്ധ റമദാനും നോമ്പും നമ്മുടെ മുമ്പിലേക്ക് എത്തി നിൽക്കുമ്പോൾ നമ്മൾ എന്തൊക്കെയാ ശ്രദ്ധിക്കേണ്ടത്? മഹാൻ ഇമാം മഖ്ദിസി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുണ്ട്, 3 തരക്കാരാണ് നോമ്പുകാർ. അതിൽ 3 തരം നോമ്പുണ്ട്. ഒരു നോമ്പ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉള്ള നോമ്പാണ്. അതെന്താണ്? രാവിലെ മുതൽ വൈകുന്നേരം വരെ ഭക്ഷണം കഴിക്കാതിരിക്കുക, ആ നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക. അതാണ് സൗമുൽ ഉമൂം, ആമായിട്ടുള്ള നോമ്പ്. ഇതെല്ലാവരും ചെയ്യണ കാര്യം. റമദാൻ മാസത്തിൽ ആരും ബുദ്ധിയുള്ള അല്ലെങ്കിൽ വിവേകമുള്ള ആരും പകലാരും ഭക്ഷണം കഴിക്കൂല, അതുപോലെ തന്നെ വെള്ളം കുടിക്കൂല, അതൊന്നും ചെയ്യൂല. അത് സൗമുൽ ഉമൂം, അതുകൊണ്ട് കാര്യമില്ല. അത് മാത്രം പോരാ. രണ്ടാമത്തെ ഞാൻ പറഞ്ഞ സൗമുൽ ഖാസ്, പ്രത്യേകമായ നോമ്പുണ്ട്.
അത് അവന്റെ നാവിനെയും അവന്റെ കണ്ണിനെയും അവന്റെ ഹൃദയങ്ങളെയും അവന്റെ ചലനങ്ങളെയും അവന്റെ ചിന്തകളെയും ഒക്കെ നിയന്ത്രിച്ചുകൊണ്ടുള്ള നോമ്പാണ്. മൂന്നാമത് അദ്ദേഹം പറഞ്ഞു സൗമുൽ ഖാസുൽ ഖുസൂസ്, പ്രത്യേകമായ നോമ്പ്. അതാണ് നോമ്പിന്റെ തഖ്വയുടെ യഥാർത്ഥ ഉദ്ദേശം. അഥവാ ഒരു മനുഷ്യൻ തന്റെ മനസ്സിൽ തെറ്റിനെ കുറിച്ച് ചിന്തിക്കുന്ന പോലില്ല, അത് ചിന്ത തന്നെ വരുന്നില്ല. അത്രയും പരിശുദ്ധമായ മനസ്സ് ആയി റമദാനിൽ അയാൾ മാറിക്കഴിഞ്ഞു. അങ്ങനെയുള്ള നോമ്പുകാരാകാനാണ് സഹോദരന്മാരെ നമ്മൾ ശ്രദ്ധിക്കണം. ആ തെറ്റ് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, തെറ്റിൽ നിന്ന് വിട്ടുനിൽക്കുന്നു എന്ന് മാത്രമല്ല, ആ തെറ്റിനെ കുറിച്ച് മനസ്സിൽ ചിന്ത പോലും വരാൻ അയാൾ അനുവദിക്കുന്നില്ല, അതിനൊക്കെ സമയമില്ല എന്നതാണ് ആ നോമ്പുകാരന്റെ പ്രത്യേകത. അതേപോലെ തന്നെ വിശുദ്ധ റമദാനിൽ നമ്മൾ നല്ലോണം സൂക്ഷിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, നമ്മളിങ്ങനെ പട്ടിണി കിടക്കും. നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നമ്മുടെ നാവിനെ നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഒരു മനുഷ്യൻ നോമ്പ് നോറ്റാൽ വമല്ലം യദ്അ ഖൗല അസ്സൂരി വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫീ അൻ യദ്അ തആമഹു വശറാബഹു. ഒരു മനുഷ്യൻ ആവശ്യമില്ലാത്ത സംസാരങ്ങളിൽ നിന്നും ആവശ്യമില്ലാത്ത പ്രവർത്തനങ്ങളിൽ നിന്നും മാറി നിൽക്കുന്നില്ലെങ്കിൽ അവൻ ഭക്ഷണം ഒഴിവാക്കണമെന്ന് അള്ളാഹുവിന് യാതൊരു താല്പര്യവുമില്ല, അള്ളാഹിന്റെ അടുത്ത് കൂലിട്ടൂല. പിന്നെ നോമ്പ് നോറ്റ് ഫർള് കൂടുന്നുള്ളതല്ലേ, അള്ളാഹിന്റെ അടുക്കൽ കൂലി കിട്ടണമെങ്കിൽ അവൻ അവന്റെ നാവിനെ നിയന്ത്രിച്ചേ മതിയാവും. നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഒരു മനുഷ്യന്മാർ ഏറ്റവും കൂടുതൽ നരകത്തിലേക്ക് പോകുന്ന അവന്റെ നാവ് കൊണ്ടാണ്. അവന്റെ നാവ് കൊണ്ടാണ് നരകത്ത് പോകണം. അവൻ പ്രഭാതത്തിൽ എഴുന്നേൽക്കുന്ന സന്ദർഭത്തിൽ അവന്റെ നാവിനോട് ശരീരത്തിലെ മറ്റുള്ള അവയവങ്ങൾ കെഞ്ചി പറയുമെന്നാണ്, ചങ്ങായി ഇജൊന്നും ഉണ്ടാക്ക്, ഒന്ന് അടങ്ങി നിൽക്കൂ, നിന്നെ കൊണ്ട് ഞങ്ങൾ നരകത്തിലേക്ക് പോകുന്ന അവസ്ഥയുണ്ടാകും എന്ന് നാവിനോട് മറ്റുള്ള അവയവങ്ങൾ പറയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സഹോദരന്മാർ, നമ്മുടെ നാവിനെ നല്ലോണം നിയന്ത്രിക്കണം. പ്രത്യേകിച്ച് നമ്മുടെ സംസാരങ്ങൾ ഒരു 5 മിനിറ്റ് നീണ്ടു നിന്നാൽ നല്ലോണം ശ്രദ്ധിച്ചോണ്ട്, അങ്ങനെ സ്ലിപ്പായി പോകും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഒരു മനുഷ്യൻ ഖുൽ ഖൈറൻ ഔ ലിയസ്മുത്, ഒന്നുകിൽ പറയുന്നുണ്ടെങ്കിൽ നല്ല കാര്യം പറയാം, അതല്ലെങ്കിൽ അവൻ മിണ്ടാതിരിക്കട്ടെ, ഔ ലിയസ്മുത്, അവൻ മിണ്ടാതിരുന്നാ മതി. അപ്പൊ നോമ്പ് കാലത്ത് നമ്മൾ ഈ ഹദീസ് പ്രത്യേകിച്ച് നമ്മൾ സൂക്ഷിക്കണം, ഇല്ലെങ്കിൽ നമ്മുടെ നോമ്പൊക്കെ ബാത്തിലാവും. നമ്മൾ വൈകുന്നേരം വരെ പട്ടിണി കിടന്നിട്ടുണ്ടാവും, പക്ഷെ ആ പട്ടിണി കിടന്നതിനേക്കാളും വലുത് നമ്മുടെ ഗീബത്തും നമീമത്തും അങ്ങനെ പറഞ്ഞു കൂട്ടിയിട്ടുണ്ടാവും. നല്ലോണം സൂക്ഷിക്കാതിരുന്നാൽ വിശുദ്ധ റമദാനിൽ നമ്മൾ നാവിനെ സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ സഹോദരന്മാരെ, നമ്മുടെ നോമ്പിനെ കൊണ്ട് യാതൊരു ഉപകാരം ഉണ്ടാവില്ല. അതുപോലെ തന്നെ അനാവശ്യമായ പ്രവർത്തനങ്ങൾ, അനാവശ്യമായ കാഴ്ചകൾ, അനാവശ്യമായ സ്ഥലങ്ങളിൽ പോയിരിക്കുക, വെറുതെ അങ്ങാടി പോയിരിക്കുക, എന്താ അതുകൊണ്ട് കാര്യമുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം അള്ളാഹിന്റെ പള്ളിയാണ്, അള്ളാഹുവിന് ഏറ്റവും ഉറപ്പുള്ള സ്ഥലം അങ്ങാടികളാണ്. കാരണം എന്താ? അവിടെയാണ് പിന്നെ ചതിയും വഞ്ചനയും തോന്നിവാസങ്ങളും വൃത്തികേടുകളും ആഭാസങ്ങളും ഒക്കെ നടക്കുന്ന സ്ഥലം അങ്ങാടികളാണ്. അവിടെ ആവശ്യമില്ലാതെ പോയിക്കുക, ആവശ്യത്തിന് പോവുക, പോരാ. അതല്ല വഹബ്ബുൽ ബിലാദി ഇലല്ലാഹി മസാജിദുഹാ, ഭൂമിയിൽ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം പള്ളിയാണ്. നമ്മളങ്ങനെ പള്ളിക്ക് പോവാ, ബാങ്ക് കൊടുത്ത് ഇഖാമത്ത് കൊടുക്കാൻ നിർത്താൻ പോവും, സുന്നത്ത് സ്കരിക്കാതെ പോകുന്നോട് നമ്മൾ പള്ളിയിട്ടില്ല നമ്മളെന്തോ. അങ്ങനെയല്ല, പള്ളികൾ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലവും അങ്ങാടികൾ അള്ളാഹുവിന് ഏറ്റവും വെറുക്കപ്പെട്ട സ്ഥലവുമാണ്. അതുകൊണ്ട് ആവശ്യമില്ലാത്ത സന്ദർഭങ്ങളിൽ അനാവശ്യമായ സ്ഥലങ്ങളിൽ നമ്മൾ പോകാതിരിക്കണം. അതുപോലെ തന്നെ സഹോദരന്മാരെ, വിശുദ്ധ റമദാനിൽ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യം, അള്ളാഹുവിന്റെ ഖുർആൻ ഇറങ്ങിയ മാസമാണല്ലോ റമദാൻ മാസം. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക, കഴിഞ്ഞ റമദാനിൽ നമ്മൾ എത്ര ഹത്തം തീർത്തിട്ടുണ്ടാവും? നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി, പെണ്ണുങ്ങൾ നമ്മളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. കഴിഞ്ഞ റമദാനിൽ ആരോഗ്യത്തോടുകൂടി ആഫിയത്തോടുകൂടി നമ്മൾ ആയുസ്സും ആരോഗ്യം തിന്നിട്ട് അള്ളാഹിന്റെ ഖുർആൻ സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൽ നാസ് വരെ നമ്മൾ എത്ര പ്രാവശ്യം ഓതിയിട്ടുണ്ടാകും? ഖുർആനുമായിട്ടുള്ള ബന്ധം റമദാനിൽ ഇല്ലെങ്കിൽ സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൽ നോമ്പിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. പ്രവാചകൻ പറഞ്ഞു, ഇഖ്റഉൽ ഖുർആൻ, നിങ്ങൾ ധാരാളമായി കൊണ്ട് ഖുർആൻ ഓതണം. ഫഇന്നഹു യഅതി യൗമുൽ ഖിയാമത്തി ശഫീഅൻ ലിഅസ്ഹാബിഹി, തന്റെ ആ വിശുദ്ധ ഖുർആനിന്റെ അഹ്ലുകാർക്ക്, ആ വിശുദ്ധ ഖുർആനിന്റെ ആളുകൾക്ക് ഖുർആൻ നാളെ പരലോകത്ത് ശുപാർശയുമായി കൊണ്ടുവരും. ഖുർആൻ ഓതാത്തൊരു ദിവസം റമദാൻ ഉണ്ടാകാൻ പാടില്ല, അതാർക്കും ഉണ്ടാകാൻ പാടില്ല.
ഖുർആനുമായിട്ടുള്ള ബന്ധമില്ലാത്ത ഒരു റമദാൻ ആ റമദാനിന്റെ പൂർണ്ണതയിലേക്ക് എത്തൂല. നമ്മൾ പറയും തിരക്കാണ്, കച്ചവടാണ്, വീട്ടിൽ പണിയാണ്, കുട്ടികൾ സ്കൂളിൽ പോകാണ്ട്, അങ്ങോട്ടാക്കാണ്ട്, ഉമ്മാനോക്കാണ്ട്, വാപ്പാനോക്കാണ്ട്, എന്തൊക്കെ പരാതികൾ പറഞ്ഞാലും അതൊന്നും ഖുർആനുമായി കൊണ്ടുള്ള ബന്ധത്തിന് നമുക്ക് തടസ്സമാകരുത്. നമുക്കറിയോ മഹാന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു സ്വർഗമുണ്ട് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സന്തോഷ വാർത്ത അറിയിച്ച സഹാബിയാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ഉസ്മാനും ഫിൽ ജന്ന, ഉസ്മാന് സ്വർഗമുണ്ട്, ഉസ്മാൻ കൊല്ലപ്പെടും, ഷഹീദായിക്കൊണ്ട് മരണപ്പെടുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ 3 ദിവസം കൂടുമ്പോൾ ഖത്തം തുറക്കും. ഒരു ദിവസം 10 ജുസ് ഓതും. ഒരു ദിവസം 10 ജുസ് ഓതും. വേണ്ട, നമുക്കൊരു ദിവസം 10 പേജ് ഓതിയാൽ മതി. അതിന് നമ്മൾ സമയം കണ്ടെത്തണം. അള്ളാഹുവിന്റെ ഖുർആൻ എനിക്ക് ഓതാൻ അറിയില്ലെന്ന് അള്ളാഹുവിന്റെ മുമ്പിൽ സഹോദരന്മാരെ നമുക്ക് പറയാൻ കഴിയാം? എന്തൊക്കെ നമ്മുടെ ജീവിതത്തിന് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചെടുത്തിട്ടുണ്ട്. ദുനിയാവിലൊരു കോഴ്സിന് പോകുകയാണെങ്കിൽ ആ കോഴ്സിന്റെ ഫുൾ ഡീറ്റെയിൽ നമ്മൾ പഠിക്കും. നമ്മുടെ ജോലിക്ക് ചേരുകയാണെങ്കിൽ ആ ജോലിയുടെ മുഴുവൻ ഡീറ്റെയിൽസ് നമ്മൾ പഠിക്കും. നമ്മൾ എന്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും നമുക്ക് ദുനിയാവിൽ നേട്ടം കിട്ടുകയാണെങ്കിൽ അതിനെക്കുറിച്ച് മുഴുവൻ നമ്മൾ പഠിക്കും. അള്ളാഹുവിന്റെ ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റവും വരുത്തുന്നില്ലെങ്കിൽ, അള്ളാഹുവിന്റെ ഖുർആനുമായിട്ട് നമുക്ക് യാതൊരു ബന്ധമില്ലെങ്കിൽ, അള്ളാഹുവിന്റെ പ്രവാചകൻ സൂറത്ത് ഫുർഖാന്റെ അവസാനത്തിൽ പ്രവാചകന്റെ പരാതി എന്ന് പറയുന്നുണ്ട്, വഖാല റസൂലു യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറാ. പരലോകത്ത് വെച്ച് അള്ളാഹുവിന്റെ മുമ്പിൽ വെച്ച് റസൂൽ പറയാണ്, യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറാ. പടച്ചോനെ, എന്റെ ഖൗമിതായി ഈ വിശുദ്ധ ഖുർആനിനെ അവഗണിച്ചു, ഒരിത് പരിഗണിച്ചിട്ടില്ല. ഖുർആനൊക്കെ നിറയെ മക്കളാരെ ഓതിക്കോളൂ, എനിക്കിപ്പോ ഖുർആനോ തന്നു വയ്യ. ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. വിശുദ്ധ ഖുർആനുമായിട്ട് നമ്മൾ ബന്ധം ഉണ്ടാകണം. അത് റമദാനിൽ മാത്രമല്ല, റമദാൻ അല്ലാത്ത സന്ദർഭത്തിലും ഉണ്ടാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഖ്റഉ അസ്സഹറാബൈനി, നിങ്ങൾ 2 സൂറത്തുകൾ പ്രത്യേകിച്ച് നിങ്ങൾ ഓതണം. അതേതാണ്? സൂറത്തുൽ ബഖറ സൂറത്ത് ആൽ ഇംറാൻ. ഈ 2 സൂറത്തുകളും നിങ്ങൾ ഓതണം. ഫഇന്നഹുമാ തഅതിയാനി യൗമൽ ഖിയാമത്തി കഅന്നഹുമാ ഗമാമതാനി. പരലോകത്ത് ആ 2 സൂറത്തുകളും അല്ലാഹുവിന്റെ അടുക്കൽ വരുമ്പോൾ ഈ സൂറത്തുൽ ബഖറയും സൂറത്ത് ആൽ ഇംറാനും ഓതിയ മനുഷ്യന് മഹ്ശറിൽ ഇങ്ങനെ തണലിട്ട് കൊടുക്കുന്ന, അർശിന്റെ തണൽ വേറെ ഉണ്ടാകും, അതല്ലാതെ ഈ സൂറത്തിന്റെ തണൽ വേറെ. അള്ളാഹു സൂറത്ത് ബഖറയുടെയും സൂറത്ത് ആൽ ഇംറാന്റെയും തണൽ ആ മനുഷ്യനിട്ട് കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ തീർന്നില്ല. തഹാജ്ജാനി അൻ അസ്ഹാബിഹിമാ, അള്ളാഹുവിന്റെ അടുക്കൽ പടച്ചോനെ മനുഷ്യന് നീ സ്വർഗം കൊടുക്കണമെന്ന് സൂറത്തുൽ ബഖറയും സൂറത്ത് ആൽ ഇംറാനും അള്ളാഹുവിന്റെ മുമ്പിൽ തർക്കിച്ചു കൊണ്ടിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. അള്ളാഹു ഈ മനുഷ്യന് സ്വർഗം കൊടുക്കുകയെന്ന് അവൻ ഓതിയ സൂറത്തുൽ ബഖറയും സൂറത്ത് ആൽ ഇംറാനും പടച്ചവന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിനോട് തർക്കിച്ചു കൊണ്ടിരിക്കുമെന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ. അപ്പൊ അതുകൊണ്ട് വിശുദ്ധ ഖുർആനുമായിട്ടുള്ള ബന്ധം ഒരു തവണയല്ല, നിങ്ങൾക്കറിയാം റസൂലുള്ളാഹിന്റെ സഹാബത്തൊക്കെ മസ്ജിദുൻ നബവിയുടെ തൂണുകൾ, റസൂലുള്ളാഹിന്റെ പള്ളിയിൽ ഒരുപാട് ഇന്നത്തെ പോലെ കോൺക്രീറ്റ് അല്ലല്ലോ, ഈ ഈന്തപ്പന നാരിന്റെ ഉണ്ടാക്കി ഈന്തപ്പന ഓല കൊണ്ടുണ്ടാക്കിയ പള്ളിയാണ്. ആ പള്ളിയിൽ തൂണുകൾ ഉണ്ടാകും. ആ ഓരോ തൂണിന്റെ അടുക്കലും ഞാൻ 10 ഖത്തം തീർത്തു എന്ന് പറയുന്ന റസൂലുള്ളാഹിന്റെ സഹാബത്തുണ്ടായിരുന്നു. നമുക്കറിയോ, ഓരോ തൂണിന്റെ അടുക്കലും ഞാൻ 10 ഖത്തം റമദാനിൽ തീർക്കാറുണ്ടായിരുന്നു. നിങ്ങൾ അയച്ച സഹോദരൻ, അതൊന്നും വേണ്ട, ഏറ്റവും ചുരുങ്ങിയത് ഒരു തവണയെങ്കിലും വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ഓതി തീർക്കാത്ത റമദാൻ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അത് എന്ത് തിരക്കായിക്കോട്ടെ, എന്ത് തിരക്ക്. ഞാൻ പറഞ്ഞു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഉസ്മാനുൽ ഗനിയാണ്, മദീനയിലെ വലിയ പണക്കാരനാണ് ഉസ്മാൻ. ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ബിസിനസ് സാമ്രാജ്യം മദീനയിൽ എത്ര ഉണ്ടായിരുന്നു അറിയോ? എത്ര വലിയ പൈസക്കാരനാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു. നിങ്ങൾക്കറിയാം, ഇന്ന് സൗദി അറേബ്യയിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഒരു പണക്കാരനാണ് സൽമാൻ റാജിഹി എന്ന് പറയുന്ന ഹഫിളഹുല്ലാഹ്, മഹാമനുഷ്യൻ. അദ്ദേഹം സൗദി അറേബ്യയിലെ ഏറ്റവും വലിയ ധനാട്ടിൽപ്പെട്ട വലിയ ധനികനാണ് അദ്ദേഹം. സൗദി അറേബ്യയിലൊക്കെ പോയ ആളുകൾക്കറിയാം, സൗദി അറേബ്യയിലും അതുപോലെ തന്നെ കുവൈത്തിലും GCC രാജ്യങ്ങളൊക്കെ വലിയ വലിയ പള്ളികളും അതുപോലെ തന്നെ വലിയ വലിയ കമ്പനികളൊക്കെ അദ്ദേഹത്തിന്റെ പേരിലുണ്ട്. ഒരു മനുഷ്യൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾക്ക് അള്ളാഹു നൽകിയ സമ്പത്തിന്റെ ബറക്കത്തിന്റെ രഹസ്യം എന്താണ്?
രഹസ്യം എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് കയ്യില്ലാതെ കണക്കില്ലാതെ സമ്പത്ത് കൊടുത്ത മനുഷ്യനാണ് അദ്ദേഹം. അള്ളാഹുവിന്റെ മാർഗത്തിൽ കണക്കില്ലാതെ കൊടുക്കുന്ന മനുഷ്യനാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം അത് ആദ്യം പറയാൻ തയ്യാറായില്ല, അതെനിക്ക് പറയാൻ ഇഷ്ടമില്ല. വീണ്ടും അദ്ദേഹത്തെ നിർബന്ധിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, രണ്ട് കാര്യമായിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്റെ സമ്പത്തിലും എന്റെ ധനത്തിലും അള്ളാഹു നൽകിയ ബറക്കത്തിന് കാരണം രണ്ട് കാര്യമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെന്താണ്? ഒന്ന്, അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നെ വിളിച്ചാൽ ആ വിളിക്ക് ഞാൻ ഉത്തരം കൊടുക്കാറുണ്ട്. എന്താ അള്ളാഹ് എന്നെ വിളിക്കാന്ന് പറഞ്ഞാൽ? പള്ളിയിൽ നിന്ന് ഹയ്യ അലസ് സ്വലാത്ത്, ഹയ്യ അലൽ ഫലാഹ് എന്ന് പറഞ്ഞാൽ ഈ ജീവിതത്തിൽ എത്ര തിരക്കുണ്ടെങ്കിലും അതെല്ലാം നിർത്തിവെച്ച് ഞാൻ അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് പോകാറുണ്ട്. നമ്മളെന്താ മനസ്സിലാക്കിയത്? നിസ്കരിക്കാൻ പോയ കച്ചവടം മുടങ്ങുന്നല്ലേ? നിസ്കരിക്കാൻ പോയ കച്ചവടം പൂട്ടി പോകുന്നല്ലേ? നിസ്കരിക്കാൻ പോയാൽ എന്റെ സമ്പത്ത് കുറഞ്ഞു പോകുന്നല്ലേ? അദ്ദേഹം മനസ്സിലാക്കിയതല്ല. അള്ളാഹുവിന് ഉത്തരം കൊടുത്താൽ പടച്ചോൻ കൊടുക്കും. ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും, അള്ളാഹുവിനെ നിങ്ങൾ സഹായിച്ചാൽ അള്ളാഹ് നിങ്ങളെ സഹായിക്കും. അദ്ദേഹം പറയാം, ഒന്നാണ്. രണ്ടാമത്, ഞാൻ എന്റെ ജീവിതത്തിൽ ദിവസവും 7 ജുസ് ഖുർആൻ ഓതാറുണ്ട്. സുബ്ഹാനല്ലാഹ്, എത്ര വലിയ ധനാട്യനാണ് മനുഷ്യൻ! കോടീശ്വരന്മാരിൽ കോടീശ്വരനാണ് അയാൾ. ദിവസവും 7 ജുസുകൾ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ ആ തന്റെ ധനത്തിന്റെ ആധിക്യത്തിനിടയിലും അള്ളാഹുവിന്റെ ഖുർആനുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ ആ മനുഷ്യന് കഴിയുന്നുണ്ടെങ്കിൽ അതിന്റെ ബറക്കത്താണ് ആ മനുഷ്യന്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത്. അള്ളാഹു അദ്ദേഹത്തിന് ഇനിയും വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. കാരണം ഒരുപാട് നന്മകളിലേക്ക് അദ്ദേഹത്തിന്റെ സമ്പത്ത് അദ്ദേഹം ഒഴുക്കി വിടുന്നുണ്ട്. ഞാൻ പറഞ്ഞത് വെച്ചാൽ, വിശുദ്ധ ഖുർആനുമായിട്ടുള്ള ബന്ധം സഹോദരന്മാരെ റമദാൻ കഴിഞ്ഞാലും റമദാനിലും അതുപോലെ തന്നെ പ്രത്യേകിച്ചും നമ്മൾ തുടർത്തണം. കാരണം ഖുർആനുമായിട്ടുള്ള ബന്ധത്തിൽ നമുക്കൊരിക്കലും നഷ്ടം വരാനില്ല. ഖുർആനിൽ ഒരു ഹർഫ് ഓതിയാൽ, മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാ, അള്ളാഹുവിന്റെ ഖുർആനിൽ നിന്ന് ഒരു ഹർഫ് ഒരു മനുഷ്യൻ പാരായണം ചെയ്താൽ ഫലഹു അശ്റുൻ, അവന് 10 കൂലിയുണ്ട്. വല അഖൂലു ലക്കും അലിഫ് ലാം മിൻ ഹർഫുൻ, അലിഫ് ലാം മീം എന്ന് നിങ്ങൾ ഓതിയാൽ അത് 10 അല്ല 30 കൂലി. അലിഫുൻ ഹർഫുൻ വലാമുൻ ഹർഫുൻ വമീമുൻ ഹർഫുൻ, 30 കൂലിട്ടും. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഓരോ വിശുദ്ധ ഖുർആൻ ഒരു ഹത്തം തീർത്താൽ എത്രയായിരിക്കും കൂലി ഉണ്ടാകുക? അതുകൊണ്ട് ഖുർആനുമായിട്ടുള്ള ബന്ധം വിശുദ്ധ റമദാനിൽ നമ്മൾ നല്ലോണം ഉണ്ടാകണം. ഇന്ന് തന്നെ നമ്മളൊരു മനസ്സ് നീയത്ത് വെക്കണം, പടച്ചോനെ 1 പ്രാവശ്യമെങ്കിലും 2 പ്രാവശ്യമെങ്കിലും ഈ റമദാനിൽ ഞാൻ ഹത്തം തീർക്കുമെന്ന ചിന്ത. പ്രത്യേകിച്ചും ആണുങ്ങളോട് എനിക്ക് പറയാനുള്ളൂ. പെണ്ണുങ്ങൾ അതിൽ കുറച്ചൊക്കെ ഉഷാറായിരിക്കും. ആണുങ്ങൾ നല്ലോണം ശ്രദ്ധിക്കണം. വിശുദ്ധ റമദാനിൽ നോമ്പ് മാത്രം പറയുന്നത്. നമ്മുടെ സഹാബത്ത് വെറും നോമ്പ് വിട്ട് തീർക്കായിരുന്നില്ല. അവർ ഖുർആൻ, ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി മസ്ജിദുൻ നബവിയിലെ മുദരിസാൻ, റസൂലുള്ളാഹിന്റെ പള്ളിയിൽ ക്ലാസ് എടുത്ത അദ്ദേഹം ഹദീസിന്റെ പഠനമൊക്കെ നിർത്തിവെച്ച് ഖുർആനുമായിട്ട് ബന്ധം, ആ ഖുർആനിലേക്ക് അദ്ദേഹം തിരിയുമെന്നായിരുന്നു. അതുപോലെ തന്നെ വിശുദ്ധ റമദാനിൽ ഒറ്റ ജമാഅത്ത് നമസ്കാരം നഷ്ടപ്പെടാൻ പാടില്ല. സുന്നത്ത് നമസ്കാരങ്ങൾ നേരത്തെ സൂചിപ്പി, അതിലേക്ക് കൂടുതൽ കടക്കണില്ല. വിശുദ്ധ റമദാനിൽ സുന്നത്ത് നമസ്കാരങ്ങൾ നല്ലോണം ശ്രദ്ധിക്കണം. തറാവീഹ് നമസ്കാരം ഒരിക്കൽ പോലും നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല. തറാവീഹ് നിസ്കാരത്തിന്റെ കൂലി എത്രയാണ്? മൻ ഖാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, ഒരു മനുഷ്യൻ ഈമാനോടുകൂടി വിശ്വാസത്തോടുകൂടിയും അള്ളാഹുവിന്റെ കൂലി പ്രതീക്ഷിച്ചുകൊണ്ടും റമദാനിൽ നിന്ന് നമസ്കരിച്ചാൽ, തറാവീഹ് നിസ്കരിച്ചാൽ, ഖിയാമുൽ ലൈൽ നിസ്കരിച്ചാൽ, ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവന്റെ ജീവിതത്തിൽ വന്നുപോയി മുഴുവൻ ചെറിയ തെറ്റുകുറ്റങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കുന്ന തറാവീഹ് നിസ്കാരം ഇഖ്ലാസോട് നിർവഹിക്കണം. പെണ്ണുങ്ങള് പള്ളിയിൽ പോയി തറാവീഹ് നിസ്കരിക്കാൻ കഴിയുന്ന ആളുകൾ അങ്ങനെ നിസ്കരിക്കാം. ആണുങ്ങൾക്കല്ലേ പള്ളിയിലുള്ളൂ, ആണുങ്ങൾക്കല്ലേ പള്ളി പോയി നിസ്കരിക്കാൻ പറ്റുള്ളൂ എന്ന് ചിന്തിക്കണ്ട. ഇനി പള്ളിയിൽ പോകാൻ പ്രയാസമുള്ള ആളുകൾ വീട്ടിൽ നിന്നാണെങ്കിലും നമ്മൾ തറാവീഹ് നിസ്കാരം ഒഴിവാക്കാൻ പാടില്ല. അത് പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകമായി കൊണ്ട് 3 ദിവസം റസൂലുള്ളാഹിന്റെ പള്ളിയിൽ പ്രത്യേകമായി ജമാഅത്ത് സംഘടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് പള്ളിയിൽ ഒഴിവാക്കിയത്? ആളുകൾ താല്പര്യത്തോടുകൂടി വന്ന് കാണുമ്പോൾ റസൂലുള്ളാഹിക്ക് ഒരു പേടി, പടച്ചോൻ ഇത് അള്ളാഹ് ഫർളാക്കിയോ എന്ന് റസൂലുള്ളാഹി പേടിച്ചതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് തുറത്തിക്കൊണ്ടു പോകാതിരുന്നത്. പക്ഷെ പ്രവാചകൻ വീട്ടിൽ നിസ്കരിക്കാറുണ്ടായിരുന്നു തറാവീഹ് നിസ്കാരം, അല്ലെങ്കിൽ ഖിയാമുൽ ലൈൽ, ഖിയാമു റമദാൻ, ഇതൊക്കെ പിന്നെ വ്യത്യസ്തമായ പേരുകൾ. അതുകൊണ്ട് സ്ത്രീകൾ ആ കാര്യം, പുരുഷന്മാർ കുറച്ചൊക്കെ ആ കാര്യത്തിൽ ഉഷാറാണ്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ തറാവീഹ് നിസ്കാരം ഒരു യാന്ത്രികമാകാൻ പാടില്ല. ഫർദ് നിസ്കാരം കഴിഞ്ഞിട്ടാ തറാവീഹ് നിസ്കാരത്തിന് പ്രാധാന്യമുള്ളൂ. ചില ആൾക്കാർ തറാവീഹ്ക്ക് പോടെ പറയാം, ശജാമത്തിനെത്തൂല, അത് ശരിയില്ല. ഫർദ് നിസ്കാരം കഴിഞ്ഞിട്ടാണ് സുന്നത്ത് നിസ്കാരം.
ഫർദ് ഒറ്റ നിസ്കാരം ജമാഅത്ത് നമുക്ക് നഷ്ടപ്പെടുത്താൻ പാടില്ല. കഴിയുന്നതും മസ്ബൂഖാകാതെ പള്ളിയിലേക്ക് നമ്മൾ ജമാഅത്തിനെത്തണം. ഇൻഷാ അല്ലാഹ്. അല്ലാഹ് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. നമുക്ക് അങ്ങനെ ആഗ്രഹവും നമുക്ക് അങ്ങനെ പൂതിയുണ്ടെങ്കിൽ അള്ളാഹ് അത് നമുക്ക് തൗഫീഖ് തരും. യാതൊരു സംശയം ആർക്കും വേണ്ട. ഈ റമദാനിൽ ഒരു റക്അത്ത് പോലും എനിക്ക് ഇമാമിന്റെ കൂടെ നഷ്ടപ്പെടാതെ മുഴുവൻ റക്അത്തുകളും ഇമാമിന്റെ കൂടെ ഒന്നാമത്തെ തക്ബീറത്തുൽ ഇഹ്റാമോട് കൂടി കിട്ടണമെന്ന് നമുക്ക് ആത്മാർത്ഥമായ നിയ്യത്തും പ്രാർത്ഥനയും ഉണ്ടെങ്കിൽ അള്ളാഹ് നമ്മളെ സഹായിക്കും. ഒരു സംശയമില്ല. ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ സ്കാത്തണ്ട് പോയി ഇനി അതല്ലെങ്കിൽ പിന്നെ വരി നിസ്കരിച്ചാലും മതി എന്നൊരു ചിന്ത ഉണ്ടാകാൻ പാടില്ല. റമദാനിൽ പ്രത്യേകിച്ചും സഹോദരന്മാരെ നമ്മളത് ചിന്തിക്കണം. നമ്മളതിനു വേണ്ടി പ്ലാനിങ്ങൾ ഒരുക്കണം. പിന്നെ റമദാൻ മാസത്തിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ദാനധർമ്മങ്ങൾ, സദഖകൾ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു. ഞാൻ അതിലേക്ക് കൂടുതൽ കിടക്കണില്ല. നല്ലോണം സദഖ കൊടുക്കണം റമദാനിൽ. അതാണുങ്ങൾ കൊടുക്കണം, പെണ്ണുങ്ങൾ കൊടുക്കണം. മസലുല്ലദീനയും അംവാലഹും ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ സമ്പത്ത് ചെലവഴിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങളുടെ ഉദാഹരണം ഏതുപോലെയാണ്? കമസലി ഹബ്ബത്തിൻ, അതൊരു ധാന്യം പോലെയാണ്. അംബത്തത് സബഅ സനാബിൽ, ഒരു ധാന്യം കുഴിച്ചിട്ടപ്പോ ആ ധാന്യത്തിൽ നിന്ന് 7 കതിരുകൾ പുറത്തേക്ക് വന്നു. എന്നിട്ടോ ഫീ കുല്ലി സുംബുലത്തിൻ മിഅത്തു ഹബ്ബ, ആ 7 കതിരുകളിലും ഓരോ കതിരിലും 100 ധാന്യങ്ങളുണ്ട്. അപ്പോൾ ഒരു ധാന്യത്തിൽ നിന്ന് 700 കതിരുകൾ പുറത്തേക്ക് വന്നു. 700 ധാന്യങ്ങൾ പുറത്തേക്ക് വന്നു. ഇതാണ് 1 രൂപ കൊടുത്താൽ അള്ളാഹു സുബ്ഹാനഹു വ തആല 700 ആക്കിക്കൊണ്ടത് വളർത്തുമെന്ന് മാത്രമല്ല, വല്ലാഹു യുളാഇഫു ലിമൻ യശാ വല്ലാഹു വാസിഉൻ അലീം. അള്ളാഹു ഉദ്ദേശിക്കുന്നവന്റെ ഇഖ്ലാസും അവന്റെ തഖ്വയൊക്കെ പരിഗണിച്ച് അള്ളാഹ് വീണ്ടും കൂട്ടിക്കൊടുക്കുന്ന. അതുകൊണ്ട് റമദാൻ എന്ന് പറഞ്ഞാൽ സദഖ കൊടുക്കണം, അർഹരായ ആളുകൾക്ക് കൊടുക്കണം. ആ സദഖ അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കാണാലോ, മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ ധനാട്ടിനൊന്നുമല്ല, വലിയ പൈസക്കാരനും വലിയ സമ്പത്തിന്റെ ഉടമയൊന്നല്ല. എന്നാലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരീഹൽ മുർസല, അടിച്ചു വീശുന്ന കാറ്റുപോലെ വേഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സദഖ കൊടുക്കുമായിരുന്നു. നമുക്കറിയാം, റസൂലുള്ളാഹിന്റെ വീട്ടിലേക്ക് ഒരു പെണ്ണൊരു കുട്ടിയുമായി കൊണ്ട് വിശപ്പ് സഹിക്കാതെ വന്നപ്പോ ആയിഷ റളിയല്ലാഹുവിന്റെ വീട്ടിലേക്ക് വന്നു. ആയിഷ റളിയല്ലാഹു നോക്കി, അവിടെ ഒന്നുമില്ല, അവിടെ ഒരു ഈത്തപ്പഴേ ഉള്ളൂ. ഒരു ഈത്തപ്പഴം മാത്രമേ റസൂലുള്ളാഹിന്റെ വീട്ടിലുള്ളൂ. ആ ഈത്തപ്പഴം ആയിഷ റളിയല്ലാഹു ആ പെണ്ണിന് കൊടുത്തു. ആ പെണ്ണിന് കൂടെ 2 കുട്ടികളുണ്ട്. ആ പെണ്ണ് ഭക്ഷിച്ചില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പെണ്ണ് ആ ഒരു ഈത്തപ്പഴം 2 കീറായി മുറിച്ച് തന്റെ 2 കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ. ഇത് കണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 2 പെൺകുട്ടികളെ കൊണ്ട് ആരെങ്കിലും പരീക്ഷിക്കപ്പെട്ടാൽ, ആർക്കെങ്കിലും അള്ളാഹു 2 പെൺകുട്ടികളെ കൊടുത്ത് അവരെ നല്ല രീതിയിൽ പോറ്റി വളർത്തിയാൽ അവർക്ക് സ്വർഗമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഈ സന്ദർഭത്തിലാണ്. ഞാൻ പറഞ്ഞത്, മുത്തുനബിന്റെ വീട്ടിൽ ആകെ ഒരു കാരക്കുള്ളൂ തിന്നാന്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, 3 മാസക്കാലം മാസങ്ങളോളം റസൂലുള്ളാഹിന്റെ വീട്ടിൽ നിന്ന് പുക ഉയരാത്ത സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അള്ളാഹുവിന്റെ മഹാ തൗഫീഖ് കൊണ്ട് നമുക്ക് അങ്ങനത്തൊന്നും ബുദ്ധിമുട്ടില്ല. അതുകൊണ്ട് റമദാനിൽ കുറച്ചൊക്കെ നമ്മൾ സദഖ കൊടുക്കണം. ആണുങ്ങൾ കൊടുക്കണം, പെണ്ണുങ്ങൾ കൊടുക്കണം. അത് സഹോദരന്മാരെ നമ്മൾ ഒരിക്കലും വീഴ്ച വരുത്താൻ പാടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൻ തസദ്ദഖ ബിഅദ്ലി തംറത്തിൻ മിൻ കസ്ബിൻ തയ്യിബിൻ, നല്ല ഹലാലായ സമ്പത്തിൽ നിന്ന് ഒരു മനുഷ്യൻ അള്ളാഹുവിന്റെ മാർഗ്ഗത്തിൽ സദഖ കൊടുത്താൽ, വലാ യഖ്ബലുല്ലാഹു ഇല്ല തയ്യിബ്, അല്ലാഹു നല്ലതല്ലാതെ സ്വീകരിക്കുകയില്ല. വ ഇന്നല്ലാഹ യതഖബ്ബലുഹാ ബിയമീനിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വലത് കൈ കൊണ്ട് ആ സദഖ സ്വീകരിക്കുകയും, സുമ്മ യുറബ്ബിഹാ ലിസാഹിബിഹി, തന്റെ ആ സദഖ കൊടുത്ത മനുഷ്യന് വേണ്ടി ആ സദഖയെ അല്ലാഹു സുബ്ഹാനഹു വ തആല വളർത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യും. കമാ യുറബ്ബി അഹദുക്കും ഫലുവ, അവന്റെ കുതിരക്കുട്ടി അവൻ വളർത്തിക്കൊണ്ടിരിക്കുന്ന പോലെ. ഹത്താ തകൂന മിസ്ലൽ ജബലി, ആ സദഖ പടച്ചറബിന്റെ മുമ്പിലേക്ക് എത്തുമ്പോൾ അവൻ കൊടുത്ത ചെറിയൊരു സദഖയായിരിക്കും. ഒരു കാരക്കച്ചുള പടച്ചറബിന്റെ മുമ്പിലേക്ക് എത്തുമ്പോൾ അത് ഉഹുദ് മലയോളം വലിപ്പമുണ്ടായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ. ഒരു ചെറിയ കാരക്കച്ചുള കൊടുത്താൽ അത് അള്ളാഹുവിന്റെ അടുക്ക് വലിയ മല പോലെ കിട്ടും. അതുകൊണ്ട് കൊടുത്താൽ കുറയുമെന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല. പക്ഷെ കൊടുക്കുന്നത് നമ്മൾ ആലോചിച്ചും ചിന്തിച്ചും അതുപോലെ തന്നെ അതിന്റെ അർഹരായ ആളുകൾക്കും കൊടുക്കണം. കഴിയുന്നതും രഹസ്യമായി കൊടുക്കണം. പരസ്യമാക്കുന്നതിൽ തെറ്റൊന്നുമില്ല, പക്ഷെ രഹസ്യമായി കൊടുക്കലാണ് ഏറ്റവും നല്ലത്. കാരണം അതിലാണ് ഒരു മനുഷ്യന്റെ
ഇഖ്ലാസും ഒരു മനുഷ്യന്റെ ഈമാനും ഒക്കെ കൂടുതൽ അവിടെയാണ് പ്രകടമാകുക. അള്ളാഹ് പറഞ്ഞല്ലോ, വൈൻ തുബ്ദു സ്വദഖാതി ഫനിമ്മാഹി, നിങ്ങൾ നിങ്ങളുടെ ദാനധർമ്മങ്ങൾ പരസ്യപ്പെടുത്തുകയാണെങ്കിൽ അത് നല്ല കാര്യം തന്നെയാണ്. എന്നാൽ വൈൻ തുഖ്ഫൂഹാ വതുഅ്തൂഹൽ ഫുഖറാ, നിങ്ങൾ ആ ദാനധർമ്മങ്ങളെ രഹസ്യമാക്കുകയും എന്നിട്ട് നിങ്ങൾ മിസ്കീനന്മാരെ അതിന്റെ ആളുകൾക്ക് അയലുകാർക്ക് കൊടുക്കുകയും ചെയ്യുകയാണെങ്കിൽ ഫഹുവ ഖൈറുൽ ലക്കും, അതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. അപ്പൊ ദാനധർമ്മങ്ങൾ പരസ്യമായിട്ട് കൊടുക്കുക, രഹസ്യമായിട്ട് കൊടുക്കുക. പക്ഷെ പരസ്യമായിട്ടും രഹസ്യമായിട്ടും കൊടുക്കാൻ ഏറ്റവും നല്ലത് രഹസ്യമായി കൊടുക്കലാണ്. നമ്മുടെ മുൻഗാമികളായ ആളുകളൊക്കെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ സഹോദരന്മാരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളൊക്കെ ചെയ്ത നന്മകളൊക്കെ ആൾക്കാർ അറിഞ്ഞിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ നമ്മൾ സ്റ്റാറ്റസ് വെക്കും, ഇല്ലെങ്കിൽ റീൽസ് ഇടും, അല്ലെങ്കിൽ ഷോർട്സ് ഇടും. നാലാൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് മോശമാണ്. നമ്മുടെ മുൻഗാമികളല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ കാണാം, ഒരു മനുഷ്യന് അള്ളാഹുവിന്റെ അർശിന്റെ തണൽ ലഭിക്കും പരലോകത്ത്. 7 ആളുകൾക്ക് അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അതിൽ ഒരു മനുഷ്യൻ, പ്രവാചകൻ പറയാണ്, അയാൾ തന്റെ വലത് കൈ കൊണ്ട് കൊടുത്തു, ഇടത് കൈ അറിഞ്ഞിട്ടില്ല. വലത് കൈ കൊണ്ട് കൊടുത്തത് ഇടത്തെ കൈ അറിഞ്ഞിട്ടില്ല. നമുക്ക് ഇടത്തെ കൈ നമുക്ക് നാട്ടാർ അറിയിക്കണം. നമുക്ക് ഇടത്തെ കൈ പോലും അറിയാതെ അതവൻ രഹസ്യമാക്കി വെച്ചു എന്നാണ്. അത്രയും രഹസ്യമാക്കി വെച്ചാൽ അള്ളാഹിന്റെ അർശിന്റെ തണൽ കിട്ടുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് ഇപ്പൊ ഇന്ന് ഈ ഗൂഗിൾ പേ ഒക്കെ ഉള്ള കാലഘട്ടത്തിൽ ഒരു മനുഷ്യന് പൈസ അയച്ചു കൊടുക്കുക ആരും അറിയേണ്ട ആവശ്യമില്ല. നമുക്ക് സുഹൂലത്ത്, നമുക്ക് എളുപ്പം വർദ്ധിപ്പിച്ച് അള്ളാഹു തന്നിരിക്കണം. മാത്രമല്ല സഹോദരന്മാരെ, നമ്മളൊക്കെ ചിന്തിക്കേണ്ട വെച്ചാൽ നമ്മൾക്ക് 2 തരം അമലുകൾ ഉണ്ടാവും. ആളുകളെല്ലാം കാണുന്ന അമലുകളുണ്ട്, കാണാത്ത അമലുണ്ട്. ഈ കാണാത്ത അമൽ എന്ന് പറഞ്ഞാൽ പടച്ചോന്റെ മുമ്പിൽ വെച്ച് മാത്രം തുറക്കപ്പെടുന്ന അമലാണ്. അങ്ങനെയും കുറച്ച് അമലുകൾ എനിക്കും നിങ്ങൾക്കൊക്കെ ഉണ്ടാകണം പടച്ചോന്റെ ദീനിനു വേണ്ടി. നമ്മുടെ ഭാര്യമാർ പോലും അറിയാത്ത, നമ്മുടെ മക്കൾ അറിയാത്ത, നമ്മുടെ കുടുംബത്തിൽ ആരും അറിയാത്ത, നമ്മളും പടച്ചവരും മാത്രം അറിയുന്ന നന്മകൾ, അതൊരു പക്ഷെ നമ്മുടെ ജീവിതത്തിലുണ്ടോ? റസൂലുള്ളാഹി പറയും, മൻ ഇസ്തതഅ മിൻകും അൻ യകൂന ലഹു ഖബഉൻ മിൻ അമലിൻ സാലിഹിൻ ഫൽയഫ്അൽ. അള്ളാഹുവിന്റെ മുമ്പിൽ മാത്രം തുറക്കപ്പെടുന്ന ചില അമലുകൾ, ചില സൽക്കർമ്മങ്ങളുടെ ഖജനാവുകൾ നിങ്ങൾക്കുണ്ടാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫൽയഫ്അൽ, അവൻ അങ്ങനെ ചെയ്യട്ടെ. നമ്മൾ നിസ്കാരം എല്ലാവരും കണ്ടിട്ടുണ്ടാവും, നമ്മുടെ നോമ്പ് ഒരു പക്ഷെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ രഹസ്യമായി കൊടുത്ത സ്വതക്കകൾ അത് നമ്മളും പഠിച്ചവനും മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. അതിനാണ് അള്ളാഹിന്റെ അടുക്കൽ കൂലിയിട്ട. എല്ലാത്തിനും കൂലി കിട്ടും, പക്ഷെ ഇത് വല്ലാത്തൊരു അനുഗ്രഹമാണ്. റസൂലുള്ളാഹി പറഞ്ഞു, ഇന്നല്ലാഹ യുഹിബ്ബു തഖിയ്യ അൽ ഗനിയ അൽ ഖഫി. ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. അള്ളാഹ്ക്ക് 3 ആളുകളെ ഇഷ്ടമാണ്. 3 തരം ആളുകൾ അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. ഒന്ന് തഖ്വയുള്ള ആളുകളെ, അതുപോലെ തന്നെ ഗിനുള്ള ആളുകളെ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ ആശ്രയത്തിൽ ജീവിക്കാതെ സ്വന്തം കാലിൽ നിന്ന് അധ്വാനിച്ച് അത് എത്ര കിട്ടിയാലും അതിൽ തൃപ്തിപ്പെട്ട് മറ്റുള്ളവരുടെ ആശ്രയം സ്വീകരിക്കാതെ ജീവിക്കുന്നവരെ അള്ളാഹുവിന് ഇഷ്ടമാണ്. 3ാമത് എന്താ അറിയോ? തന്റെ നന്മകളെ രഹസ്യമാക്കി വെച്ച് തന്റെ തിന്മകളെയും രഹസ്യമാക്കി വെച്ച് ഹഫിയായി ജീവിക്കുന്ന, അഥവാ തന്റെ നന്മകളെ പരസ്യപ്പെടുത്താതെ ജീവിക്കുന്നവൻ, തന്റെ തിന്മകളെയും പരസ്യപ്പെടുത്താതെ ജീവിക്കുന്നവൻ. അപ്പൊ നന്മകൾ, രഹസ്യമായ നന്മകൾക്ക് സഹോദരന്മാരെ വലിയ പ്രതിഫലമുണ്ട്. അതുകൊണ്ട് ആരും അറിയാതെ കൊടുക്കാൻ കഴിയുന്ന നന്മകൾ അങ്ങനെ കൊടുക്കുക. നിങ്ങൾ നോക്കൂ, നമ്മുടെ സഹാബത്ത് മഹാനായ അലിബിൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹം വലിയ ധനാഠ്യനൊന്നുമല്ല, മദീനയിൽ വലിയ സമ്പത്തിന്റെ ആളൊന്നുമല്ല. പക്ഷെ അദ്ദേഹം എല്ലാ രാത്രിയിലും മദീനയുടെ ഓരങ്ങളിൽ ജീവിക്കുന്ന പാവപ്പെട്ട മിസ്കീനന്മാരായ ആളുകളെ വീട് തേടി പോയി അവർക്ക് ആവശ്യമായ ഭക്ഷണ പദാർത്ഥങ്ങൾ അവിടെ വീടുകളിൽ കൊണ്ടുപോയി വെച്ച് തിരിച്ചു പോരും. വീട്ടുകാർ പോലും അറിയില്ല. അങ്ങനെ മദീനയിൽ ജീവിക്കുന്ന ആ പാവങ്ങൾക്ക് ഭക്ഷണം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അലി ബിൻ ഹുസൈൻ മരിച്ചപ്പോഴാണ്, അദ്ദേഹം മരിച്ചപ്പോഴാണ് അവർക്ക് ഭക്ഷണം കിട്ടാത്തപ്പോഴാണ് ഇദ്ദേഹമാണ് ഞങ്ങൾക്ക് രാത്രി തന്ന് ഭക്ഷണം കൊണ്ടുവന്ന് തന്നിരുന്നത് എന്ന് അദ്ദേഹം മരിച്ചപ്പോഴറിഞ്ഞത്. അദ്ദേഹത്തെ മയ്യത്ത് കുളിപ്പിച്ച ആളുകൾ പറയാണ്, അദ്ദേഹത്തെ 2 ചുമലിലും തഴമ്പുണ്ടായിരുന്നു. അതാരും അറിഞ്ഞിട്ടില്ല. ജീവിതത്തിൽ ഒരു മനുഷ്യൻ പോലും അയാൾ ജീവിച്ചിരിക്കുമ്പോൾ ആ നന്മ അറിഞ്ഞിട്ടില്ല. അത് അയാൾ മാത്രം അറിഞ്ഞു. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യന്റെ കബൂലിയത്ത് കൊണ്ട് അയാൾ മരിച്ചതിന് ശേഷം ആ നന്മകൾ പുറത്തു വരാൻ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മുടെ മുൻഗാമികളായ ആളുകൾ അള്ളാഹുവിന്റെ ഖുർആൻ ഓതാണെങ്കിൽ അതുപോലും രഹസ്യമാക്കി ഓതാൻ അവർ ശ്രദ്ധിച്ചിരുന്ന മഹാന ഇബ്രാഹിം സഖ്തിയാൻ റഹ്മത്തുള്ളാഹി അലൈഹി,
അദ്ദേഹം വിശുദ്ധ ഖുർആൻ ഓതുമ്പോൾ ആരെങ്കിലും കടന്നു വന്നാൽ തന്റെ വസ്ത്രം കൊണ്ട് ആ മുസ്ഹഫിനെ മറച്ചു പിടിക്കുമായിരുന്നു. തന്നെ മുസ്ഹഫിനെ മറച്ചു പിടിക്കും. നമ്മളാണെങ്കിലും എന്താ പറയാ, ഞാൻ ഖുർആൻ ഓതുമ്പോൾ അജിയോണ്ട് വന്നാൽ, അവിടെ ഖുർആൻ ഓതിനി അപ്പോൾ അജിയോട് വന്നാൽ. ചിലപ്പോൾ അയാൾ കണ്ടിട്ടുണ്ടാവില്ല ഖുർആൻ ഓതുന്നു, എന്നാലും നമ്മൾ പറയാനുണ്ട് ഞാൻ ഖുർആൻ ഓതിനി ഇവിടെ അപ്പോഴായി വന്നാൽ. അങ്ങനല്ല, നമ്മുടെ നന്മകൾ പടച്ചവനിലേക്ക് മാത്രം അള്ളാനെ തൃപ്തിപ്പെടുത്താനല്ല സഹോദരന്മാർ നമ്മൾ ജീവിക്കുന്നത്. ജനങ്ങളെ തൃപ്തിപ്പെടുത്തിയിട്ട് എന്ത് കാര്യമുള്ളത്? ആളുകളുടെ തൃപ്തിയും ആളുകളുടെ പ്രശംസയും കൊണ്ട് എന്ത് കാര്യമാണ് സഹോദരന്മാർ നമുക്ക് ദുനിയാവിൽ കിട്ടാനുള്ളത്? ഒരു കാര്യമുണ്ടോ? ആളുകൾ നല്ലത് പറഞ്ഞു, ഉഷാറെന്ന് പറഞ്ഞു, പടച്ചവന്റെ മുമ്പിൽ എത്തുമ്പോൾ അള്ളാഹുവിന്റെ അടുക്കൽ നമ്മൾ ഉഷാറല്ലെങ്കിൽ എന്ത് കാര്യമുണ്ട്? റസൂൽ പറഞ്ഞ ജനങ്ങളുടെ തൃപ്തിക്ക് വേണ്ടി അള്ളാഹുവിന്റെ കോപം വിലക്ക് വാങ്ങുന്നവനാണ് ലോകത്ത് ഏറ്റവും വലിയ ദൗർഭാഗ്യവാനെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ജനങ്ങളെ തൃപ്തി കിട്ടാൻ വേണ്ടിയിട്ട് അള്ളാഹിന്റെ കോപം വാങ്ങാം. ജനങ്ങളിൽ ഇഷ്ടമില്ലെങ്കിലും എനിക്ക് അള്ളാഹുവിന്റെ ഇഷ്ടം മതി എന്ന് ചിന്തിക്കലാണ് ഒരു വിശ്വാസിയായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവർ ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ റമദാൻ മാസത്തിൽ സക്കാത്തിന്റെ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. റമദാനും സക്കാത്തുമായിട്ട് നേർക്കുനേരെ ബന്ധമില്ലെങ്കിലും നമ്മുടെ മുൻഗാമികളായ റസൂലുള്ളാഹിന്റെ സഹാബത്തിന്റെ കാലം മുതൽക്ക് തന്നെ റമദാനിലാണ് അവർ സക്കാത്തൊക്കെ കൊടുത്തു വരാറുള്ളത്. സക്കാത്ത് നിർബന്ധമായിട്ട് കൊടുക്കണം. പ്രത്യേകിച്ചും സ്വർണത്തിന്റെ സക്കാത്ത്. ഇപ്പൊ സ്വർണ്ണമൊക്കെ 1.25 ലക്ഷമൊക്കെ അപ്പുറത്തേക്ക് പോയിട്ടില്ലേ? 10.5 പവൻ നമ്മുടെ വീട്ടിൽ സ്വർണമുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും കൊടുക്കണം. ഇല്ലെങ്കിൽ അള്ളാഹുവിന്റെ അടുക്കൽ നിങ്ങൾ സക്കാത്ത് കൊടുക്കാതെ പിശുക്കി വെച്ച ആ സ്വർണങ്ങൾ അള്ളാഹുവിന്റെ അടുക്കൽ നിങ്ങൾക്ക് ഇസ്തിരിയിടുന്ന, അതുകൊണ്ട് നരകത്തിലെ ചൂട് പഴിപ്പിച്ച് നിങ്ങളുടെ ആഭരണങ്ങൾ കൊണ്ട് നിങ്ങളെ കൊണ്ട് ശരീരത്തിൽ അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിക്കണം. സക്കാത്ത് 10 രൂപ ഉണ്ടെങ്കിൽ കൊടുക്കണം. സമ്പത്തിന് വിശദമായ കണക്കൊന്നും ഞാൻ ഇപ്പൊ പറയുന്നില്ല. ഏറ്റവും ചുരുങ്ങിയത് സമ്പത്തിന്റെ സക്കാത്തെങ്കിലും സഹോദരന്മാരെ നമ്മൾ കൊടുക്കണം. അല്ലെങ്കിൽ പിന്നെ ആഭരണത്തിന്റെ സക്കാത്ത് നമ്മൾ കൊടുക്കണം. അത് പല ന്യായം പറഞ്ഞ് നമ്മൾ ഒഴിവായി കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മൾ ഈ കെട്ടിപ്പ് ഈ സ്വർണം അതുപോലെ തന്നെ സമ്പത്തൊക്കെ ഇങ്ങനെ കെട്ടിപ്പൂട്ടി വെച്ചിട്ട് അവൻ വിചാരിക്കണം ഈ സമ്പത്തോട് എനിക്ക് കാലാകാലം അവിടെ ജീവിക്കാൻ കഴിയുന്നു. ഞാൻ ഇപ്പോൾ മരിച്ചു വീണാൽ എന്റെ സമ്പത്ത് ഉണ്ട്, ഞാൻ അള്ളാന്റെ മാർഗത്തിൽ കൊടുത്തതല്ലാതെ എനിക്ക് എന്താ ഉപകാരമുള്ളത്? ഒരു മനുഷ്യന് ഉപകാരമുണ്ടോ? എത്ര വലിയ സമ്പന്നനാണെങ്കിലും അവന് 3 തുണിയുള്ളൂ ദുനിയാവിൽ. അവന്റെ കട്ടിലിന്റെ പോലും വലുപ്പമില്ലാത്ത, അവന്റെ കട്ടിലിന്റെ പകുതി പോലും വലുപ്പമില്ലാത്ത ഖബറയോ മനുഷ്യന് ഏറി വന്ന ദുനിയാവിൽ കിട്ടാനുള്ളൂ. അവിടെ കൊട്ടാരൊന്നും, അവിടെ കട്ടില് പോലും വിരിപ്പ് പോലും ആയി വിരിച്ചു കൊടുക്കില്ല മണ്ണിൽ കിടത്തുമ്പോ. അപ്പൊ സമ്പത്ത് നമ്മൾ അള്ളാന്റെ മാർഗത്തിൽ കൊടുക്കുന്നതിന്, സക്കാത്ത് കൊടുക്കുന്നതിന് ഒരിക്കലും നമ്മൾ പിശുക്ക് കാണിക്കാൻ പാടില്ല. സക്കാത്ത് നമ്മൾ കണക്ക് നോക്കി കൊടുക്കണം. ഇല്ലെങ്കിൽ പരലോകത്ത് നമ്മൾ കുടുങ്ങിപ്പോവും. കാരണം നമ്മൾ സക്കാത്ത് കൊടുക്കാതെ സംഭരിക്കുന്ന സമ്പത്ത് ഹറാമാണ്. ആ ഹറാമാണ് നമ്മൾ കുട്ടികളെ തീറ്റുന്നത്, നമ്മുടെ കുടുംബത്തിന് തീറ്റ കൊടുക്കുന്നത്. ഒന്നും ഹലാലാവില്ല. പിന്നെ സമ്പത്ത് ഹലാലല്ലെങ്കിൽ റസൂൽ പറഞ്ഞില്ലേ, അള്ളാഹു ഒരു മനുഷ്യന്റെ ശരീരത്തിന് സ്വർഗം ഹറാമാക്കും. ഹറമല്ലാഹുൽ ജന്ന, അള്ളാഹു ഒരു മനുഷ്യന്റെ സ്വർഗം ഹറാമാക്കും. ജസദൻ നബത ബിൽ ഹറാം, അവന്റെ നബാത്ത്, അവന്റെ വളർച്ച ഹറാമിലൂടെയാണ്, സമ്പത്തിലൂടെ. സമ്പത്ത് ഹറാമാണെങ്കിൽ എത്ര പിന്നെ അവൻ സക്കാത്ത് പിന്നെ നിസ്കരിച്ചിട്ട് കാര്യമില്ല, നോമ്പോട്ടിട്ട് കാര്യമില്ല, അവന്റെ പിന്നെ നന്മകളൊന്നും അല്ലാഹു സ്വീകരിക്കും, അവന്റെ പ്രാർത്ഥന പോലും അല്ലാഹു സ്വീകരിക്കൂലെന്ന് പ്രവാചകൻ പറഞ്ഞു. ഒരു മനുഷ്യൻ ദീർഘമായ യാത്ര പോകാണ്, അവനിങ്ങനെ അവന്റെ വസ്ത്രങ്ങളൊക്കെ മുഷിഞ്ഞ്, അവന്റെ വസ്ത്രങ്ങളൊക്കെ ഇങ്ങനെ പിന്നെ യാത്ര കൊണ്ട് പൊടി പുരണ്ടതാണ്. ഇത് 2 കൈകളും ആകാശത്തേക്ക് യാ റബ്ബി യാ റബ്ബി യാ റബ്ബി എന്ന് വിളിച്ചാൽ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. നബി ചോദിച്ചു, അന്നാ യുസ്തജാബു ലഹു, അള്ളാഹ് എങ്ങനെയാ മനുഷ്യന് ഉത്തരം കൊടുക്കുക? ഈ ഹദീസ് വിശദീകരിച്ച പണ്ഡിതന്മാർ പറയാണ്, അള്ളാഹുവിന്റെ അടുക്കൽ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടുന്ന എല്ലാ ഷർത്തുകളും അയാളുടെ പ്രാർത്ഥനക്കുണ്ട്. പടച്ചവനെ വിളിച്ചിട്ടുണ്ട്, അയാൾ മുസാഫിറാണ്, യാത്രയിലാണ്, അതുപോലെ തന്നെ കൈകൾ ഉയർത്തിക്കൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്, ഒക്കെ ഉണ്ട്. പക്ഷേ അയാളുടെ വസ്ത്രം ഹറാമാണ്, അയാളുടെ സമ്പത്ത് ഹറാമാണ്, അയാളുടെ ശരീരം ഹറാമിലൂടെ, അയാളുടെ ചിറകിലൂടുന്ന രക്തം ഹറാമിലൂടെയുള്ള രക്തമാണ്. അതുകൊണ്ട് കിട്ടൂല എന്നാ, പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടൂല. അതുകൊണ്ട് നമ്മൾ സക്കാത്തിന്റെ കാര്യം നല്ലോണം ശ്രദ്ധിക്കണം, സമ്പത്തിന്റെ കാര്യം ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ സഹോദരന്മാരെ, വിശുദ്ധ റമദാനിൽ
നമ്മൾ പ്രാർത്ഥനകൾ അധികരിപ്പിക്കണം. ഇവിടെ ബഹുമാനൻ ഹഫീഫ് മന്ത്രി സൂചിപ്പിച്ചതുപോലെ ഒരുപാട് ദിക്റുകളും ദുആകളൊക്കെ ഉണ്ട്. അത് മലയാളത്തിൽ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ജമീൽ ആപ്പ് എന്ന് പറയുന്ന ആപ്പ് ഉണ്ട്. നമ്മുടെ പ്ലേ സ്റ്റോറിൽ ഡൗൺലോഡ് ചെയ്താൽ ആ ജമീൽ ആപ്പിൽ രാവിലെയും പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനകൾ, വൈകുന്നേരം പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനകൾ, അത് അർത്ഥസഹിതം നിങ്ങൾക്ക് കിട്ടും. അതല്ലാത്ത പ്രാർത്ഥന നമുക്ക് കിട്ടും. പ്രാർത്ഥിക്കണം. സാധാരണ മുജാഹിദുകളെ പറ്റി പറയുന്നത് വെച്ചാൽ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അള്ളാഹിനോട് പ്രാർത്ഥിക്കുള്ളൂ. പക്ഷെ അവർ പ്രാർത്ഥിക്കണില്ല. നമ്മളെപ്പോൾ പ്രാർത്ഥിക്കല്? നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ആവശ്യങ്ങളും പടച്ചോനെ നമുക്ക് ചോദിക്കാം. അത് ഏറ്റവും നല്ല സമയങ്ങൾ റമദാനിലുണ്ട്. എപ്പോഴാറോ? നമ്മൾ അത്താഴത്തിന് വേണ്ടി എഴുന്നേൽക്കുന്ന സന്ദർഭം അത് ഏറ്റവും നല്ല സമയമാണ്. അള്ളാഹിന്റെ ഖുർആനിൽ കാണാം, സഹറിന്റെ സമയത്ത്, അത്താഴത്തിന്റെ സമയങ്ങളിൽ അവർ റബ്ബിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുന്നവരായിരിക്കും. അത്താഴത്തിന്റെ സമയത്ത് നമ്മൾ എല്ലാവരും നീക്കുമല്ലോ, ഒരു സംശയമില്ല. അത്താഴം കഴിച്ചിട്ട് നമുക്ക് എന്താ പണി? നമ്മൾ സാധാരണ എന്താ ചെയ്യുക? അത്താഴം കഴിച്ചാൽ പിന്നെ ബാങ്ക് കൊടുക്കാത്ത സമയം നോക്കും. ഒരു 10 മിനിറ്റ് ഒന്നും കിടക്കട്ടെ. അതല്ല ചെയ്യേണ്ടത്. ആ അത്താഴത്തിന്റെ സമയം എന്ന് പറഞ്ഞാൽ ഏറ്റവും ബറക്കത്തുള്ള സമയമാണ്. കാരണം അള്ളാഹു ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വന്ന് അള്ളാഹുവിന്റെ അടിമകളെ അവന്റെ 2 കൈകളും നീട്ടി ആരാണ് എന്നോട് ചോദിക്കുന്നത്, അവർ ഞാൻ കൊടുക്കാൻ തയ്യാറുണ്ടെന്ന് പറയുന്ന സമയമാണ് അത്താഴത്തിന്റെ സമയം. അതുകൊണ്ട് അത്താഴത്തിന്റെ സമയത്ത് ഒരിക്കലും നമ്മൾ ഉറങ്ങാൻ പാടില്ല. എന്നോടെന്ന പോലെ നിങ്ങളൊരു വസിയത്തായിട്ട് ഞാൻ പറയാം, അത്താഴത്തിന്റെ സമയത്ത് ഉറങ്ങരുത്. ആ സമയം നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന, റമദാനിൽ കിട്ടുന്ന അസുലഭമായ അവസരമാണ്. ഒന്നെടുക്കുക, ഖിബിലയിലേക്ക് തിരിഞ്ഞിരിക്കുക, പ്രാർത്ഥിക്കുക. എന്തൊക്കെ കാര്യം പ്രാർത്ഥിക്കണ്ടേ നമുക്ക് വേണ്ടി, നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി, നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ പരലോകത്തിന് വേണ്ടി എന്തൊക്കെയാണ് നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത്. പ്രാർത്ഥിച്ചാലും തീരാത്തത്ര പ്രാർത്ഥന നമുക്കുണ്ട്. പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കണില്ല. അതേപോലെ തന്നെയാണ് നോമ്പ് തുറക്കുന്ന സമയം. റമദാൻ 2 സമയമാണത്. നോമ്പ് തുറക്കായിരിക്കുന്ന സമയം അള്ളാഹു പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന സമയമാണ്. നോമ്പ് തുറക്കാൻ രൂപങ്ങളൊക്കെ കുറച്ച് നേരത്തെ ഒരുക്കുക. ബാങ്ക് കൊടുക്കുന്നതിന് 10 മിനിറ്റ് മുമ്പെങ്കിലും നമ്മൾ ആ ഭക്ഷണ കാര്യങ്ങളിൽ നിന്ന് മാറിയിട്ട് ഒന്നുകൊടുത്ത് ഖിബിലക്ക് നേരെ തിരിഞ്ഞ്, ഇനി ഖിബിലക്ക് നേരെ തിരിഞ്ഞ് നിർബന്ധമൊന്നുമില്ല, പക്ഷെ അള്ളാഹിനോട് പ്രാർത്ഥിക്കണം. ആ സമയത്ത് പ്രാർത്ഥനകൾക്ക് ഉത്തരമുണ്ട്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ സമയത്ത് പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടും. നമുക്ക് എന്താവശ്യങ്ങളുണ്ടെങ്കിലും അള്ളാഹിനോട് ചോദിക്കുക. അതുപോലെ തന്നെ ഫർദ് നമസ്കാരങ്ങൾക്ക് ശേഷമുള്ള പ്രാർത്ഥനകൾ, ഒരു സ്വതക്ക നമ്മൾ കൊടുത്തതിന് ശേഷമുള്ള പ്രാർത്ഥനകൾ, വിശുദ്ധ ഖുർആൻ ഓതിയതിനു ശേഷം ഒരു നന്മ നമ്മൾ ചെയ്താൽ ആ നന്മയ്ക്ക് ശേഷമുള്ള പ്രാർത്ഥനകൾ, ഇതൊക്കെ സഹോദരന്മാരെ വിശുദ്ധ റമദാനിൽ നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ അദ്കാറുകൾ, ദിക്റുകൾ, ദുആകൾ, നമ്മളിതൊക്കെ രഹസ്യമായ ആരാധനകളാണ്. രഹസ്യമായിട്ടുള്ള ആരാധനകളാണ് ഇതൊക്കെ. ആ രഹസ്യ ആരാധനകൾ നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കണം. ഇതേപോലെ തന്നെ റമദാനിൽ നമ്മൾ നമ്മുടെ മൊബൈൽ ഫോൺ നല്ലോ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ റമദാന് പോണ നമ്മൾ അറിയില്ല. അതിന് സമയം വെക്കണം. നമ്മൾ വിശുദ്ധ ഖുർആൻ ഓതാതെ നമ്മൾ വാട്സപ്പ് തുറക്കാൻ പാടില്ല. അത് റമദാനിലും അല്ലാത്തപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം വാട്സപ്പിൽ ആരുടെ മെസ്സേജാണുള്ളത്? വാട്സപ്പിൽ പാര ജിബിരിയിലും മീക്കായിലും ഒന്നും ഇപ്പൊ നമുക്ക് മെസ്സേജ് അയക്കാനില്ലല്ലോ. നമ്മളറിയുന്ന നമ്മളെ പരിചയത്തിലുള്ള മനുഷ്യന്മാരെ മെസ്സേജ് അല്ലേ ഉള്ളൂ. എന്നാൽ അള്ളാഹിന്റെ ഖുർആൻ എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ റിസാലത്താണ്, അള്ളാഹിന്റെ മെസ്സേജാണ്. അള്ളാഹിന്റെ മെസ്സേജ് വായിച്ചിട്ട് നമുക്ക് മനുഷ്യന്മാരെ മെസ്സേജ് വായിക്കാം. അത് നമ്മൾ റമദാനിലും അല്ലാത്ത സന്ദർഭം ശ്രദ്ധിക്കണം. ഫോൺ നല്ലോണം നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ റമദാനൊക്കെ പാളീസാവുന്ന സന്ദർഭമായിരിക്കും. പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയ നമ്മൾ റമദാനിൽ നല്ലോണം കൺട്രോൾ ചെയ്യണം. റമദാൻ നോക്കുമ്പോണ്ട് റമദാൻ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഫിത്തിനും ഫസാദും എന്തെങ്കിലുമൊക്കെ വിവാദങ്ങളൊക്കെ ഉണ്ടാകും. സാധാരണയായിട്ട് ഇബ്ലീസ് അങ്ങനെയാണ്, മനുഷ്യന്മാരെ പരിവേപ്പിക്കുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അതിങ്ങനെ വായിച്ച് തോണ്ടി അവസാനം വൈകുന്നേരം വരെ തോണ്ടും. നമുക്ക് ദിക്റെല്ലാനും ദുആ ചെയ്യാനൊന്നും സമയം കിട്ടൂല. അതുകൊണ്ട് സോഷ്യൽ മീഡിയകളും ഫോണുകളും നമ്മൾ നല്ലവണ്ണം നിയന്ത്രിക്കണം എന്ന് നമ്മൾ ശരിക്കും മനസ്സിലായി. ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ ആവശ്യമില്ലാത്തത് കണ്ടാൽ, അനാവശ്യമായ കാര്യം കണ്ടാൽ നമ്മുടെ നന്മകൾക്ക് കിട്ടുന്ന പ്രതിഫലം കുറഞ്ഞു വരും. മാത്രവുമല്ല, ആ റമദാനിന്റെ ഒരു മഹത്വത്തിന് യോജിക്കാത്ത പ്രവർത്തനം നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പാടില്ല. റമദാനിന്റെ മഹത്വത്തിന് യോജിക്കാത്തൊരു കാര്യം നമ്മുടെ പ്രവർത്തനത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നമ്മുടെ നന്മകളൊക്കെ ബാധിക്കുന്നു. മാത്രമല്ല, ഇനി തുടർന്ന് അങ്ങോട്ട് നന്മ ചെയ്യാനുള്ള അവസരങ്ങൾ അള്ളാഹു സുബ്ഹാനഹു നമുക്ക് ചിലപ്പോൾ തുറന്നു തരണം എന്നുമില്ല. ഇതേപോലെ തന്നെ വിശുദ്ധ റമദാനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്
പിന്നെ നോമ്പ് തുറപ്പിക്കാൻ കഴിയുന്ന ആളുകൾക്ക് നോമ്പ് തുറപ്പിക്കാം. പക്ഷെ നോമ്പ് സൽക്കാരങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരു സൽക്കാരമാക്കി മാറ്റി അവസാനം നീയത്ത് മാറ്റുന്ന അവസ്ഥ ഉണ്ടാകും. നോമ്പ് തുറപ്പിക്കുന്ന വലിയ പുണ്യുണ്ട്. മൻഫത്തറ സായിമൻ ഫലഹു, അവൻ ഏതെങ്കിലും ഒരു നോമ്പുകാരൻ നോമ്പ് തുറപ്പിച്ചാൽ ഫലഹു മിസ്ലു അജ്രി സ്വായിം, അവൻ നോമ്പുകാരന്റെ കൂലി പോലെ തന്നെ കൂലി ഉണ്ടെന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നോമ്പ് തുറപ്പിക്കാൻ കഴിയില്ലെങ്കിൽ നോമ്പ് തുറപ്പിക്കാനുള്ള പൈസ കൊടുക്കാം, വലിയ പുണ്യമുള്ള കാര്യമാണ്. പക്ഷെ നോമ്പ് വീട്ടിലൊരു നോമ്പുതറുണ്ട്, അന്ന് പെണ്ണുങ്ങൾക്ക് ദൂരസ്കരിക്കാൻ സമയം കിട്ടിയില്ല, മരുവിസ്കാരം ഏതായാലും ഇല്ല, ഖുർആൻ ഓതാൻ സമയമില്ല, അങ്ങനത്തെ ഒരു നോമ്പുറുണ്ട്. നോമ്പിന്റെ മഹത്വത്തിന് യോജിക്കാത്ത തരത്തിൽ സഹോദരന്മാരെ നമ്മൾ വിശുദ്ധ റമദാനിലെ ഒരു പ്രവർത്തനത്തിൽ ഉണ്ടാകുമ്പോൾ, അതുപോലെ തന്നെ അവസാനത്തെ 10 റമദാനിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അവസാനത്തെ 10 എന്ന് പറയുന്നത് റസൂൽ തന്റെ അരമുണ്ടക്ക് മുറുക്കിയെടുത്ത് പള്ളിയിലേക്ക് ചടഞ്ഞുകൂടി ഏറ്റിക്കാഫിരിക്കുന്ന ഒരു സന്ദർഭമാണ് പിന്നെ അവസാനത്തെ 10 എന്ന് പറയുന്നത്. പലപ്പോഴും എന്താ വെച്ചാൽ നമ്മുടെ നാടുകളിൽ പിന്നെ ഏറ്റിക്കാഫ് എന്ന് വല്ലാതെ കാണപ്പെടില്ല. ഏറ്റിക്കാഫ് ഇരിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ നമ്മുടെ ഈ പ്രദേശത്തുള്ള പള്ളികളിലൊന്നും പലപ്പോഴും രാത്രി മുഴുവനായിക്കൊണ്ട് ഏറ്റിക്കാഫ് ഇരിക്കുന്ന രീതി കാണുന്നില്ല. എന്തുകൊണ്ടാണ് എനിക്കറിയില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ച റമദാനിൽ എല്ലാം ഏറ്റിക്കാഫ് ഇരുന്നിട്ടുണ്ട് പള്ളിയിൽ. എത്ര ഏറ്റിക്കാഫിന്റെ പുണ്യം എന്നറിയാം. ആ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചുകൊണ്ട് പള്ളിയിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമില്ല. ഏറ്റിക്കാഫിന് പ്രത്യേകിച്ച് സമയമൊന്നുമില്ല. പ്രത്യേകിച്ച് സമയം എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് 1 മണിക്കൂർ ഇരിക്കാൻ കഴിയില്ല, 20 മണിക്കൂർ ഇരിക്കാം. മഗ്രിബ് മുതൽ പിന്നെ സുബഹി വരികയാണെങ്കിൽ അങ്ങനെ ഇരിക്കാം. ഇനി മുഴുവനായിട്ട് ഇരിക്കാൻ കഴിയുന്ന ആളുകൾക്ക് അങ്ങനെ ഇരിക്കാം, കുഴപ്പമൊന്നുമില്ല. ജുമുഅയുള്ള പള്ളിയാകണമെന്നേ ഉള്ളൂ. ഏറ്റിക്കാഫ് വളരെ പുണ്യമുള്ള കാര്യമാണ്. അപ്പൊ ഈ റമദാനിലെങ്കിലും കുറച്ച് സമയമെങ്കിലും ഏറ്റിക്കാഫ് എന്ന ആ ഒരു പ്രവർത്തനം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് സമയമെങ്കിലും സ്ത്രീകളായിരുന്നാലും പുരുഷനായിരുന്നാലും ഒരു പെണ്ണും പിന്നെ നിയത്ത് വെക്കാണ് ളുഹൂറിന് പള്ളിയിൽ പോയിട്ട്, അല്ലെങ്കിൽ ഞാൻ പിന്നെ ഉച്ചക്ക് ഒരു 10 മണിക്ക് പള്ളിയിൽ പോയിട്ട് ഞാൻ ഈ അസർ സ്കെച്ചിട്ട് പള്ളിയിൽ നിന്ന് പോരുള്ളൂ എന്ന് ആ പെണ്ണ് വിചാരിക്കുകയാണെങ്കിൽ ആ പെണ്ണ് ഏറ്റിക്കാഫിൽ നിയത്തുണ്ടായാൽ മതി. ആ പള്ളി ഏറ്റിക്കാഫിലേക്ക് നിയത്തുണ്ടായാൽ അവർക്ക് ഏറ്റിക്കാഫ് ശരിയാവും. ഏറ്റിക്കാഫിന് അക്കല്ല് മുദ്ദത്തില്ല എന്നാ. പ്രത്യേകിച്ചും ഏറ്റിക്കാഫ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ ഒരു രാത്രി മാത്രം ഏറ്റിക്കാഫ് ഇരിക്കുന്നതിനൊക്കെ ഹദീസുകളിൽ നമുക്ക് തെളിവ് കാണാൻ കഴിയും. അപ്പം ഏറ്റിക്കാഫ് എന്നുള്ള ആ പ്രവർത്തന നന്മ റമദാനിൽ പ്രവാചകൻ ചെയ്തൊരു നന്മയാണ്. ആ നന്മ ഒഴിവാക്കരുത്. അതില്ലെങ്കിൽ നമ്മൾ തുടങ്ങണം. ഏറ്റിക്കാഫ് ഇരുന്നിട്ട് കാര്യമില്ല. ഇനി പള്ളിയിലേക്ക് പോകാൻ കഴിയാത്ത ആളുകൾ ഉണ്ടാവും. അവരെന്താ ചെയ്യുക? ലൈലത്തുൽ ഖദറിന്റെ പുണ്യമുള്ള രാവിൽ പോലും നമ്മൾ നല്ലോണം കൂർക്കം വലിച്ച് കടന്നുറങ്ങും അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കി. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കോടാനുകോടി മലക്കുകൾ ഭൂമിയിലേക്ക് വരികയാണ്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഭൂമിയിലേക്ക് വരികയാണ്. ലോകത്തുള്ള കോടാനുകോടി മനുഷ്യന്മാർ ഈ ലൈലത്തുൽ ഖദറിന്റെ പുണ്യം കിട്ടാൻ വേണ്ടിയിട്ട് ഉറക്കമിളച്ചുകൊണ്ട് പള്ളികളിൽ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ഖുർആൻ ഓതിയും ദിക്റുകൾ ചൊല്ലിയും ഉറക്കമിളച്ച് ഇരിക്കുകയാണ്. നമ്മൾ നല്ലോണം പത്തിരിയും ചോറും നിന്ന് കിടന്നുറങ്ങുക ഉണ്ടാകാൻ പാടില്ല. ഇനി ഉറങ്ങണ്ടെന്നല്ല, റമദാനിൽ കുറച്ച് ഉറങ്ങണം, പകലിൽ ഉറങ്ങണം, രാത്രി ഉറങ്ങണം. പിന്നെ ലൈലത്തുൽ ഖദറിന് രാത്രി ആണെങ്കിലും കുറച്ച് സമയം ഉറങ്ങണം. കാരണം കുറച്ച് സമയം ഉറങ്ങണം എന്ന് വെച്ചാൽ ഇബാദത്തുകൾക്ക് ഒരു ഉന്മേഷം കിട്ടാനാണ്. തീരെ ഉറങ്ങാതിരിക്കാൻ പാടില്ല. ആയിഷ റളിയല്ലാഹു എന്ന് പറയുന്നുണ്ട്, പ്രവാചകൻ രാത്രി മുഴുവൻ ഉറക്കം വിളച്ചിട്ടില്ല. അത് ലൈലത്തുൽ ഖദറിന്റെ രാത്രി കുറച്ച് ഉറങ്ങണം. ഈ കുറച്ച് ഉറങ്ങണം എന്ന് വെച്ചാൽ ഉറങ്ങണ നിയത്തും പോലും നന്മയാണെങ്കിൽ അത് കൂലി കിട്ടും. നിസ്കാരത്തിൽ തനിക്ക് കൂടുതൽ ഉന്മേഷവും അതുപോലെ തന്നെ നിസ്കാരം കൂടുതൽ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ടാണെങ്കിൽ ആ ഉറക്കത്തിനും കൂലിയുണ്ട്. അപ്പൊ ലൈലത്തുൽ ഖദർ അതിന്റെ പുണ്യം നമ്മൾ നല്ലോണം അവസാനത്തെ 10 കൂടുതൽ നന്മകൾ ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ റമദാൻ വരുമ്പോൾ, റമദാൻ കഴിഞ്ഞാൽ പിന്നെ പെരുന്നാളാണ്. പെരുന്നാളിന്റെ പർച്ചേസിംഗ് എന്ന് പറഞ്ഞാൽ പിന്നെ അവസാനത്തെ 10 തറാവീഹ് പോയി പിന്നെ ഫർദ് നിസ്കാരം പോലും നിസ്കരിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഒരൊറ്റ ഡ്രസ്സ് എടുത്തോണ്ടെന്ന്. അപ്പം ഇളച്ചി പറഞ്ഞ് അത് കളറ് മോശമാണ്, പിന്നെ മൂത്തച്ചി പറഞ്ഞത് വലുപ്പം കൂടുതലാണ്, പിന്നെയും കൊണ്ടുപോയി അത് പിന്നെയും മാറ്റി പിന്നെയും കൊണ്ടുപോയി, അങ്ങനെ ഒരു 3-4 വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ടെക്സ്റ്റൈൽസിൽ നടന്ന് കയറി ഇറങ്ങി അവസാനം റമദാൻ മുഴുവൻ പർച്ചേസിങ്ങിനാവുന്നൊരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. റമദാനിൽ നമുക്ക് വാങ്ങാനുള്ളത് പെരുന്നാൾക്ക് വാങ്ങാനുള്ളതൊക്കെ ഇതേ കട തന്നെ മോങ്ങത്തങ്ങാടിലും മുറയിലും കൊണ്ടോട്ടൊക്കെ നമുക്ക് എപ്പോൾ പോയാലും റമദാന് മുമ്പ് പോയാലും ഡ്രസ്സ് കിട്ടും. അതൊക്കെ റമദാനിന് മുമ്പ് വാങ്ങി വെക്കുക. റമദാനിന്റെ സന്ദർഭം എന്ന് പറഞ്ഞാൽ അങ്ങാടികളിൽ വെറുതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നൊരവസ്ഥ ഉണ്ടാകരുത്. നമ്മുടെ ഇബാദത്തുകളും നമ്മുടെ ദിക്റുകളും ദുആകളും പ്രാർത്ഥനകളും ഒക്കെയായി കഴിയുന്നൊരവസ്ഥയാണ് ഉണ്ടാകേണ്ടത്. ഇല്ലെങ്കിൽ സഹോദരന്മാർ നമ്മുടെ ജീവിതത്തിൽ വലിയ നഷ്ടമാണ് സംഭവിക്കുക.
കാരണം നമ്മൾ ജീവിതത്തിൽ നന്മകൾ ചെയ്തു വെക്കുമ്പോൾ മാത്രമാണ് നമുക്ക് പരലോകത്തത് ഉപകാരപ്പെടുള്ളൂ. നമ്മുടെ ബാപ്പ പള്ളി പോകുന്നുണ്ടെങ്കിൽ അത് ബാപ്പയ്ക്ക് കാര്യം ഉണ്ടാവുള്ളൂ. അപ്പൊ അതുപോലെ തന്നെ മക്കൾ പള്ളി പോകുന്നുണ്ടെങ്കിൽ അത് മക്കൾക്ക് ഉപകാരം ഉണ്ടാവുള്ളൂ. വല്ല നന്മകൾ നമ്മൾ ജീവിതത്തിൽ ചെയ്തു വെച്ചെങ്കിൽ മാത്രമേ നമ്മൾ ഇവിടുന്ന് മരിച്ചു പോയാലും നമുക്ക് പടച്ചോനെ ആൾക്ക് പുറത്തു കൊടുക്കണമെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ ഇവിടെ ആളുകൾ മയ്യത്ത് നിസ്കരിക്കാൻ ഓടിയെത്തുള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അയാൾ ആരായിട്ടും ബന്ധമില്ല, അയാളുടെ ജീവിതത്തിൽ ഇങ്ങനെ കൊണ്ടുനടന്നു. അയാൾ മരിച്ചു എന്ന് കേട്ടാൽ ഒരു ഇന്നാലില്ലാക്ക് ചൊല്ലും ആൾക്കാർ. പക്ഷെ അല്ലാഹുമ്മഗ്ഫിർ എന്ന് മനുഷ്യൻ മനസ്സിൽ തട്ടിയ ഒരു മനുഷ്യൻ ആ മയ്യത്ത് മുന്നിൽ വെച്ചുകൊണ്ട് കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണമെങ്കിൽ ദുനിയാവിൽ എന്തെങ്കിലുമൊക്കെ കുറച്ചൊക്കെ നന്മകൾ സഹോദരന്മാരെ ആളുകൾക്ക് ചെയ്തു കൊടുക്കണം. എന്നാൽ തന്നെ ആ മനുഷ്യന്റെ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ആ പ്രാർത്ഥന വരുള്ളൂ. അതുകൊണ്ട് മരിക്കുന്നതിന് മുമ്പ്, പ്രത്യേകിച്ചും റമദാനിലും അല്ലാത്ത കാലത്തൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു നന്മ ആളുകൾക്ക് ചെയ്തുകൊണ്ട് മരിക്കണം. അത് ആളുകൾ അറിയണമെന്നില്ല, എന്നാലും അള്ളാഹു സുബ്ഹാനഹു വ സ്വീകരിക്കുള്ളൂ. അപ്പൊ അള്ളാഹു ജനങ്ങളുടെ മനസ്സിൽ ആ മനുഷ്യന് ഖബൂലിയത്ത് കൊടുക്കും. നിങ്ങൾ ആലോചിക്കൂ, ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ആൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം എന്താ? ആ മനുഷ്യന്റെ മയ്യത്തിന്റെ മുമ്പിൽ വെത്തുകൊണ്ട് അവന്റെ മയ്യത്തസ്കാരത്തിൽ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് അല്ലാഹുമ്മഗ്ഫിർ ലഹു വർഹംഹു എന്നൊരു മനുഷ്യൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച 40 മുഅ്മിനീങ്ങൾ ആ മനുഷ്യന് പ്രാർത്ഥിച്ചാൽ ആ മനുഷ്യൻ രക്ഷപ്പെടുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അങ്ങനെ 40 മുഅ്മിനീങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ കുറച്ചൊക്കെ നന്മ ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങളിലൊക്കെ നന്മകൾ ചെയ്ത് ആ നന്മകളിലേക്ക് നമ്മൾ മുന്നേറണം. അത് സ്ത്രീകളും ശ്രദ്ധിക്കണം, പുരുഷന്മാരും ശ്രദ്ധിക്കണം. ഇതൊക്കെ ആണുങ്ങൾക്ക് മാത്രമല്ല, പെണ്ണുങ്ങൾക്കും ബാധകമാണ്. കാരണം ആയിഷ റളിയല്ലാഹു അൻഹ നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ, എന്ന് ഉമ്മഹാത്തുൽ മുഅ്മിനീൻ ഓർക്കുന്നുണ്ടല്ലോ, അതുപോലെ തന്നെ സഹാബി വനിതകൾ നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ, അവരൊക്കെ പെണ്ണുങ്ങളാണ്. അപ്പൊ പെണ്ണുങ്ങൾ നല്ലോണം ശ്രദ്ധിക്കുക. സ്വതക്കയായിട്ടും ദാനധർമ്മങ്ങളായിട്ടും അതുപോലെ തന്നെ നന്മകളായിട്ടും വിശുദ്ധ റമദാൻ ഉപയോഗപ്പെടുത്തണം. അള്ളാഹു പറഞ്ഞില്ലേ, ഇന്നാ നഹ്നു ഹീൽ മൗത വനക്തുബു മാ ഖദ്ദമു വആസാറഹും. അവർ മരിച്ചുപോയാലും അവരുടെ നന്മകൾ ഞാൻ രേഖപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. മരിച്ചാലും ഖബറിലേക്ക് എത്തുന്ന ഒരു നന്മയെങ്കിലും സഹോദരന്മാരെ ജീവിതത്തിൽ ചെയ്യണമെന്ന് ഞാനും നിങ്ങളും നിയത്ത് വെക്കണം. അത് റമദാൻ നമുക്ക് തുടങ്ങാൻ കഴിയണം. പടച്ചവനെ, ഞാൻ മരിച്ചാലും എന്റെ ഖബറിലേക്ക് മുറിയാതെ ഒരു നന്മ കിട്ടിക്കൊണ്ടിരിക്കണം. എന്തൊക്കെ നന്മകളെ പ്രവാചകൻ പഠിപ്പിച്ച്. സദഖത്തുൻ ജാരിയത്ത് എന്ന് പറഞ്ഞാൽ അതാണ്, സദഖത്തുൻ ജാരിയത്ത്. നിങ്ങൾ ആലോചിച്ച്, ഈ പുണ്യൊക്കെ ആളുകൾ മനസ്സിലാക്കിയിട്ടാണ് ഈ കേരളത്തിലൊക്കെ എത്രയെത്ര ഭൂമികളാണ് നമ്മുടെ മുൻഗാമികൾ വഖഫ് ചെയ്തത്, അല്ലെ? ഈ ഫാറൂഖ് കോളേജ് നിൽക്കുന്ന ഭൂമി, പുളിക്കൽ ജാമിയ സൽഫിയ നിൽക്കുന്ന ഭൂമി, ഇതൊക്കെ ആളുകൾ പരലോകം ആഗ്രഹിച്ചു വെറുതെ കൊടുക്കുകയാണ്, വഖഫ് ചെയ്യാണ്. അള്ളാന്റെ അടുക്കൽ കിട്ടും. ഓൾക്ക് ഭൂമി കിട്ടിയാൽ തെങ്ങും കവുങ്ങും വെക്കാൻ ആളില്ലാഞ്ഞിട്ടോ സ്ഥലമില്ലാഞ്ഞിട്ടോ അല്ലെങ്കിൽ പൈസ ഇല്ലാഞ്ഞിട്ടല്ല, ആ തെങ്ങിനേക്കാളും വലുത് എനിക്ക് പരലോകത്ത് കിട്ടുമെന്ന ആ വഖഫിന്റെ നിയത്തിൽ അവർ അങ്ങോട്ട് ദാനധർമ്മം കൊടുക്കാൻ. പറഞ്ഞു കിണർ കുഴിച്ചു കൊടുക്കുക, അതല്ലെങ്കിൽ ഒന്നുമല്ലെങ്കിൽ ഒരു മരം വെച്ച് പിടിപ്പിക്കുക. എന്നിട്ട് ആ മരത്തിൽ നിന്ന് ആളുകൾ ലഭിക്കുന്ന കായ്ക്കനികളും ആ മരത്തിൽ നിന്ന് പക്ഷികൾ ഭക്ഷിച്ചാൽ പോലും ആ മനുഷ്യന് നന്മയുണ്ടെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അങ്ങനെ എന്തെങ്കിലും ഒരു നന്മ, അതല്ലെങ്കിൽ നല്ലൊരു ഗന്ധം രചിക്കുക, ഒരു നല്ല ആളുകൾക്ക് ഒരു മനുഷ്യന് നന്മ ഹൈർ പറഞ്ഞു കൊടുക്കുക. ഒരു മനുഷ്യന് ഹൈർ പറഞ്ഞു കൊടുത്താൽ, ഒരു നന്മ പറഞ്ഞു കൊടുത്താൽ ആ നന്മ അയാൾ ജീവിതത്തിൽ ചെയ്യുന്നിടത്തോളം കാലം ഇയാൾ മരിച്ചാലും ഇയാൾക്ക് പുണ്യം കിട്ടുന്ന. നിങ്ങൾക്കറിയോ, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ദഅവത്ത് കൊണ്ടാണ് സ്വർഗം കിട്ടുമെന്ന് പ്രവാചകൻ പഠിപ്പിച്ച അശറത്തുൽ ബശീരീൻ ആ 10 ആളുകളിൽ 6 ആളുകൾ ഇസ്ലാം സ്വീകരിച്ചത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ദഅവത്ത് കൊണ്ടാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ദഅവത്ത് കൊണ്ടാണ്. അതിലൊരാളാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കാൻ കാരണം അബൂബക്കർ സിദ്ദീഖാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കൂലി എത്ര ഉണ്ടാവും നിങ്ങൾ ആലോചിച്ച് നോക്കി. നമ്മൾ ഇവിടുന്ന് മഅരിബ് നിസ്കരിച്ചുകൊണ്ട് ഖുർആൻ ഓതാൻ വേണ്ടി തുറക്കുമ്പോ ഏത് ഖുർആൻ തുറക്കും? റസ്മ ഉസ്മാനിയാണ്. ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ ക്രോഡീകരിച്ച ഖുർആനാണ് തുറക്കുന്നത്. നമ്മളതിൽ ബിസ്മില്ല ഓതിയാൽ ഒരു കൂലി ഉസ്മാൻ റളിയല്ലാഹുവിന് ഉണ്ടാവും. ഉസ്മാൻ റളിയല്ലാഹുവിന് കിട്ടുന്ന ഒരു കൂലി അബൂബക്കർ സിദ്ദീഖിനുണ്ടാകും. അബൂബക്കർ സിദ്ദീഖിനുള്ള കൂലി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടാകും. ഇതാ ഇസ്ലാമിന്റെ പ്രത്യേകത. ഒരു നന്മ മൻ ദല്ല അലാ ഖൈറിൻ ഫലഹു മിസ്ലു അജ്രി ഫാഇലിഹി. ഒരു മനുഷ്യൻ നന്മ അറിയിച്ചു കൊടുത്താൽ ആ നന്മക്ക് പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്ന പോലെ തന്നെയുള്ള നന്മ അവനുണ്ടാവും. അതുകൊണ്ട് ഈ റമദാനിലെങ്കിലും സഹോദരന്മാരെ, നമുക്ക് പരലോകത്തേക്ക് ഗുണം കിട്ടുന്ന
നമ്മളും പരലോകം നമ്മളും അള്ളാഹുവും അറിയുന്ന ഒരു നന്മ തുടങ്ങി വെക്കാൻ നമുക്ക് സാധിക്കണം. അതുപോലെ തന്നെ നമ്മൾ ഈ നിത്യജീവിതത്തിൽ കൊണ്ടു നടക്കുന്ന വല്ല തിന്മകളും ഉണ്ടെങ്കിൽ ആ തിന്മകളൊക്കെ ഒഴിവാക്കാനുള്ള റമദാനായിരിക്കണം. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം വെച്ചാൽ പലപ്പോഴും നമ്മുടെ രഹസ്യ ജീവിതം പലപ്പോഴും ശുദ്ധമാകാറില്ല. ഇന്നത്തെ കാലഘട്ടത്തിന് ദുരന്തം എന്ന് പറഞ്ഞതാണ്. പുറമൊക്കെ ആളുകളൊക്കെ നല്ല ഉഷാറായിരിക്കും, പക്ഷേ നമ്മളും പടച്ചവനും മാത്രമാകുന്ന സന്ദർഭത്തിൽ പലപ്പോഴും ആളുകൾ തിന്മകളിലേക്ക് പോകുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, പരലോകത്ത് വരുമ്പോൾ ഏറ്റവും മോശപ്പെട്ട അവസ്ഥ ഉണ്ടാകും ദുൽഹുജഹീൻ, രണ്ട് മുഖമുള്ള ആളുകളാകുന്നു എന്ന്. അഥവാ മനുഷ്യന്മാർക്ക് മുമ്പിൽ അയാൾ നല്ലവനായിരിക്കും, പക്ഷെ സ്വകാര്യ ജീവിതത്തിൽ രഹസ്യ ജീവിതത്തിൽ അയാൾ മോശക്കാരനാണെങ്കിൽ സഹോദരന്മാരെ നമ്മൾ കഴിഞ്ഞു. നമ്മൾ ആരുടെ മുമ്പിൽ നന്നായിട്ടും കാര്യമില്ല, അള്ളാന്റെ മുമ്പിൽ നിന്നാണ്. യൗമ തൂബല സറായിർ, അന്ന് മുഴുവൻ രഹസ്യങ്ങളും പരസ്യമാക്കപ്പെടുന്ന ദിവസങ്ങളാണ്. നിങ്ങൾ ആലോചിച്ച്, നമ്മൾ രഹസ്യമായി ചെയ്യുന്നൊരു തിന്മ നമ്മുടെ ഭാര്യ കണ്ടാൽ, നമ്മുടെ മക്കൾ കണ്ടാൽ എന്തായിരിക്കും നമുക്കുണ്ടാകുന്ന ഒരു അപമാനം? അതൊരു മനുഷ്യൻ കണ്ടാണ്ടാണ്. എന്നാൽ ഈ കാണുന്ന ലോകത്തുള്ള കോടാനുകോടി മനുഷ്യന്മാരും കോടാനുകോടി ലക്ഷക്കണക്കിന് അമ്പിയാക്കന്മാരും മനുഷ്യന്മാരും നിൽക്കുന്ന മഹ്ശറിൽ യൗമ തുബല സറായിർ, അള്ളാഹുവിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് നമ്മുടെ രഹസ്യങ്ങളെല്ലാം വെളിപ്പെടുന്ന ആ ദിവസത്തിൽ നമ്മുടെ ഒരു തിന്മ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ രഹസ്യമായി ചെയ്തൊരു തിന്മ നമ്മൾ അള്ളാഹുവിന്റെ മുമ്പിൽ പരസ്യമാക്കപ്പെടുകയാണെങ്കിൽ സഹോദരന്മാരെ, അതാണ് ഏറ്റവും വലിയ. അള്ളാഹു നമ്മെല്ലാം കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് റമദാനിലും നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അല്ലാത്ത കാലഘട്ടം നമ്മൾ രഹസ്യം ഉള്ളും പുറവും നമ്മൾ ഒന്നാകണം. അത് രണ്ടുണ്ടാകാൻ പാടില്ല. നമ്മൾ ചെയ്യുന്നത് പോലെ ആയിരിക്കും നമ്മൾ പ്രവർത്തിക്കേണ്ടത്, പ്രവർത്തിക്കുന്ന പോലെ ആയിരിക്കണം നമ്മുടെ രഹസ്യത്തിൽ നമ്മൾ അങ്ങനെ ആയിരിക്കണം. അതുകൊണ്ടാണ് രഹസ്യമായ തിന്മകൾക്ക് വലിയ ശിക്ഷ അധികമുണ്ട്, അതുപോലെ തന്നെ രഹസ്യമായിട്ടുള്ള നന്മകൾക്ക് കൂലിയും അധികമുണ്ട്. പ്രവാചകൻ പറഞ്ഞില്ലേ, ഒരു മനുഷ്യൻ അള്ളാഹിന്റെ അടുക്കൽ ഏറ്റവും ശിക്ഷ കിട്ടുന്ന മനുഷ്യൻ ആരാണ്? അവൻ ഒറ്റക്കായി കഴിഞ്ഞാൽ ഇൻതഹക്കു ഇലാ മഹാരിമില്ല, അള്ളാഹ് ഹറാമാക്കിയതിലേക്ക് അവൻ വേഗത്തിൽ പോകുന്ന. പുറത്തൊക്കൊന്നല്ല, 5 നിസ്കരിക്കാൻ പള്ളിയുണ്ട്, അതുപോലെ തന്നെ എല്ലാം റെഡിയാണ്, പക്ഷെ എൻ്റെ മൊബൈലിൽ അവൻ പരാജയമാണ്, അവന്റെ രഹസ്യജീവിതത്തിൽ അവൻ പരാജയമാണ് എങ്കിൽ സഹോദരൻ നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. നമ്മുടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ രഹസ്യവും അറിയും, രഹസ്യം പറയും. യസ്തഖ്ഫൂന മിനന്നാസ് വലാ യസ്തഖ്ഫൂന മിനല്ലാഹ്, നിങ്ങൾക്ക് ജനങ്ങളിൽ നിന്ന് മറച്ചു പിടിക്കാൻ സാധിക്കും പല തിന്മകളും, ആരും കാണാതെ ചെയ്യാൻ കഴിയും. വലാ യസ്തഖ്ഫൂന മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്ന് മറച്ചു പിടിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. പടച്ചവനൊക്കെ കാണുവാനല്ലേ. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ വിശുദ്ധ റമദാനിൽ അങ്ങനെയുള്ള നന്മകളിലേക്ക്, രഹസ്യമായ നന്മകളിലേക്ക് നമ്മൾ കുതിക്കണം. തിന്മകളിൽ നിന്നെല്ലാം മാറുന്നു നല്ലൊരു മനുഷ്യനായി പടച്ചവന്റെ അടുക്കിലേക്ക് എത്തുമ്പോൾ, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഉദ്ഖുലി ഇലാ റബ്ബി, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, അള്ളാഹുവിന്റെ സമാധാനമടഞ്ഞ ആത്മാവ് എന്ന് പറഞ്ഞുകൊണ്ട് നീ അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക, എന്റെ അടിമകളിലേക്ക് പ്രവേശിക്കുക എന്ന് മലക്കളുടെ സന്തോഷ വാർത്ത കേട്ടുകൊണ്ട് മരിക്കുന്ന ഒരവസ്ഥ നമുക്കുണ്ടാകണം. അങ്ങനെയുള്ള ഒരു നന്മ നിറഞ്ഞ ജീവിതം നയിക്കുവാൻ ഈ വിശുദ്ധ റമദാൻ നമുക്ക് കാരണമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മിൽ നാം സ്വീകരിക്കുമാറാവട്ടെ. ഞാൻ അവസാനിപ്പിക്കാൻ, ഈ റമദാനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് 5 മിനിറ്റ് കൊണ്ട് ചോദിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാം. ഇതിൽ ആളുകൾക്ക് എപ്പോൾ ഉണ്ടാകുന്നൊരു സംശയം എന്താ വെച്ചാൽ,